فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ 10 ദിനരാത്രങ്ങളാണ്. അത് കഴിഞ്ഞ് അയ്യാമുൽ തശ്രീഖും അയ്യാമുൽ ബീദും അടക്കം ഈ ഒരു മാസം തന്നെ ഇബാദത്തിന്റെ വലിയൊരു വസന്തമാണ്. അല്ലാഹു നമ്മുടെ ഹജ്ജാജിമാർക്ക് അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ, ഉംറയും തവാഫും സിയാറത്തും അവരുടെ മറ്റു ഇബാദത്തുകളുമൊക്കെ വളരെ ഭംഗിയായി മഖബൂലും മബ്റൂറുമായി നിർവഹിച്ച് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കും ആ ഹറമൈനുകളിലെത്താൻ അല്ലാഹു ഒരുപാട് തവണ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അപ്രൂവൽ കിട്ടാനുള്ളൊരു താമസം ഉണ്ടായതിന്റെ പേരിലാണ് നേരത്തെ പരിപാടി അനൗൺസ് ചെയ്യാൻ പറ്റാതെ പോയത്. നമുക്ക് ഔഖാഫിന്റെ പെർമിഷൻ വേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തെങ്കിലും അത് കിട്ടാൻ വൈകിയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാൻ വൈകിപ്പോയത് എന്ന് സാന്ദർഭികമായിട്ട് അറിയിക്കാൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ചെറുതല്ല വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കൂടിച്ചേരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിലെ രോഗികൾക്കൊക്കെ ശിഫ നൽകുകയും മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. 2 പ്രത്യേകം പരാമർശിക്കേണ്ട വ്യക്തിത്വങ്ങൾ മരിച്ചുപോയത്, മരണപ്പെട്ടു പോയത്. ഒന്ന്, നമ്മുടെ അലവിക്കുട്ടി ഉസ്താദിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും സ്വർഗീയ ആലാമത്തിലുമാക്കി കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി ഇവിടെ യാസീനോദി ദുആ ചെയ്തു എന്നറിയാൻ പറ്റി. പിന്നെ ദാറുൽ ഹുദയിൽ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരുന്ന വെളിമുക്ക് ബാവ ഫൈലി, അവർക്കും വേണ്ടി ഞങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്. പ്രത്യേകം ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവർ, അല്ലാഹു അവർക്ക് അത്ഭുതകരമായ ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ അൽ ഇസ്വാബ എന്ന കിതാബിൽ ഒരു മഹദിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഉമ്മു ശരീഖ് അൽ അസദിയ്യ, ഖുറൈശി തറവാട്ടിൽപ്പെട്ട ബനു അസദിലെ മഹദിയാണ് ഉമ്മു ശരീഖ് അൽ അസദിയ്യ അൽ ഖുറശിയ്യ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ രഹസ്യമായി ദഅവത്ത് ചെയ്തിരുന്ന മക്ക കാലഘട്ടം, ആ കാലഘട്ടത്തിൽ തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ. അന്ന് പരസ്യമായി ഖുർആൻ ഓതാൻ ആളുകൾക്ക് പേടിയായിരുന്നു. കാരണം അന്ന് ഖുറൈശികൾ അത്രമേൽ ശത്രുതയിലായിരുന്ന ദീനിനോട് നമുക്ക് ചരിത്രമറിയാം. ആ ഇടയിലാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒക്കെ ഖുർആൻ ഉറക്കെ ഓതിയതിന്റെ പേരിൽ ആളുകൾ വന്ന് അദ്ദേഹത്തെ അടിച്ചതും പ്രഹരിച്ചതും, സുദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നതും. അങ്ങനെ ആരൊക്കെ ഖുർആൻ പരസ്യമായിട്ട് ദീൻ പരസ്യമായി എന്ന് പറഞ്ഞുവോ അവർക്കൊക്കെ
വളരെ കടുത്ത ശിക്ഷ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാലഘട്ടം. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ ആ കാലഘട്ടത്തിലാണ് ഓരോ വീടുകളിലും ചെന്ന് പെണ്ണുങ്ങൾക്കിടയിൽ ദഅവത്ത് ചെയ്തത്. രഹസ്യമായി പെണ്ണുങ്ങൾക്കിടയിൽ ആ ഖുറൈശികളുടെ കടുത്ത ആക്രമണം നടക്കുന്ന കാലം ഓരോ വീട്ടിലും കയറി ചെന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദിന്റെ ശബ്ദം അവരെ കേൾപ്പിച്ച മഹദിയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം വളരെ വലിയ മഹത്വമുള്ള ഒരു മഹദിയാണ് ഉമ്മു ശരീഖ് അൽ അസദിയ്യ അൽ ഖുറശിയ്യ റളിയല്ലാഹു തആല അൻഹ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് വളരെ സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി ദുആയിരക്കുകയും ചെയ്തു. മാത്രമല്ല കറാമത്ത് കാണിച്ചൊരു മഹദിയാണ്. ഭർത്താവും ബന്ധുക്കളുമൊക്കെ മദീനയിലേക്ക് യാത്രയായപ്പോ ഉമ്മു ശരീഖ് ബീവിയെ അവര് പറഞ്ഞേക്കാതെ പിടിച്ചു വെച്ചു മക്കയിൽ. അവര് പറയുമായിരുന്നു, ഉമ്മു ശരീഖ് നിങ്ങൾ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ സുമയ്യ ബീവിയെ ചെയ്ത പോലെ നിഷ്ഠൂരമായി നിങ്ങളെ വധിച്ചു കളയുമായിരുന്നു എന്ന് മഹദിയോട് പലപ്പോഴും അവര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും അങ്ങനെ മഹദി പറയെ എന്നെ ഒരു ഒട്ടകപ്പുറത്തവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകാം. ആലോചിച്ച് നോക്കണം, 450 അല്ലെങ്കിൽ അന്നത്തെ കണക്ക് പ്രകാരം ഒരു 500 കിലോമീറ്റർ എങ്കിലും ദൂരം വരുന്ന വലിയൊരു യാത്ര ഒരു പെണ്ണ്, ഒരു മഹദി ഒട്ടകപ്പുറത്ത് യാത്രയാവുകയാണ്. അവര് പറഞ്ഞു എന്നെ മദീനത്തേക്ക് ആക്കി തന്നാൽ മതി. ഖുറൈശി തറവാട് ലൗലാ റഹ്തുകി, നിങ്ങളുടെ ഈ തറവാടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വധിച്ചു കളയുമായിരുന്നു എന്ന് പറഞ്ഞു. തറവാടിന് പേടിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവരെ മദീനയിലേക്ക് രക്ഷപ്പെടാൻ അവർ അനുവദിക്കുകയാണ്. അങ്ങനെ മദീനയിലേക്ക് കടന്നു പോവുകയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ. 3 പേര് കൂടെയുണ്ട്. 3 ദിവസം മരുഭൂമിയുടെ ചൂടിൽ ഒരിച്ച് വെള്ളം കൊടുക്കാതെ ഈ മഹദിയെ അവർ കഷ്ടപ്പെടുത്തി. 3 ദിവസം വെള്ളം കൊടുത്തിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല. 3-ാമത്തെ ദിവസം മഹദി പറയാ എന്റെ കൂടെയുള്ള ആളുകൾ ഉച്ചനേരത്ത് വഖ്തുൽ ലഹീറ അവരൊരു മരത്തിന്റെ താഴെ വിശ്രമിക്കാൻ വേണ്ടി അവർ ഇറങ്ങി. എന്നെ എന്റെ ഒട്ടകപ്പുറത്തിനെ കെട്ടിയിടുകയും ചെയ്തു. എന്നെ ഇറങ്ങാൻ പറ്റില്ല, ഞാൻ വെയിലത്ത്. ഇവര് മരത്തിന്റെ ചുവട്ടിലെത്തി എങ്ങനെയോ ഉറങ്ങിപ്പോയി. മഹദി റളിയല്ലാഹു അൻഹ പറയാണ്, ആ സമയം തളർന്ന് ദാഹിച്ച് അവശയായി കണ്ണ് മയങ്ങി ഞാൻ തല താഴ്ത്തി നിൽക്കുമ്പോ എന്റെ തലക്ക് മുകളിൽ നിന്ന് വെള്ളമുറ്റുന്നത് ഞാൻ കണ്ടു. ഞാൻ തല ഉയർത്തി. അവിടെ ഒരു സിഖാ, ഒരു വെള്ളപ്പാത്രം, ഒരു പാനപാത്രം ആകാശലോകത്ത് നിന്ന് എനിക്ക് അല്ലാഹു ഇറക്കി തന്നത് ഞാൻ കണ്ടു. ഞാനതിൽ നിന്ന് വെള്ളം കുടിച്ചു, യഥേഷ്ടം കുടിച്ചു എന്ന് മാത്രമല്ല ഞാൻ തലയിലേക്ക് ഒഴിച്ചു. ഞാൻ എന്റെ ദേഹത്തുകൂടെ ഒഴിച്ചു ആ വെള്ളം. എന്റെ ദാഹം തീർന്നു കഴിഞ്ഞപ്പോ ആ സിഖാ മേലോട്ട് പോകുന്നതും ഞാൻ കണ്ടു. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വരുമ്പോ നനഞ്ഞ് കുളിച്ചിരിക്കുന്ന മഹദിയെയാണ് ഈ 3 കൂടെയുള്ള ആളുകളും കാണുന്നത്. അവരുറപ്പിച്ചു അവരുടെ ഒട്ടകപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന വെള്ളപ്പാത്രം മഹദി അടിച്ചെടുത്ത് കുടിച്ച് അവർക്കുള്ള വെള്ളമാണ് ഇവളെ നഷ്ടപ്പെടുത്തിയത് എന്നാണ് അവർ വിചാരിച്ചത്. അവരോടി വന്നു, ഞങ്ങളുടെ വെള്ളപ്പാത്രം മുഴുവൻ നീ മുറിച്ചെടുത്ത് ഞങ്ങളുടെ വെള്ളം നീ നശിപ്പിച്ച് കുളിച്ചല്ലേ എന്ന് ചോദിച്ചു. മഹദി പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ വെള്ളപ്പാത്രത്തിലേക്ക് ചെന്ന് നോക്കൂ, ഞാൻ തൊട്ടിട്ട് പോലില്ല. അവരോടി ചെന്ന് നോക്കുമ്പോ ആ വെള്ളം അങ്ങനെ തന്നെയുണ്ട്. അവരുടെ പാനപാത്രങ്ങളൊന്നും അനങ്ങിയിട്ടില്ല. അവര് ചോദിച്ചു, പിന്നെ എവിടെ നിന്നാണ് പെണ്ണെ നിങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം? ഇത് ഉണങ്ങിയ മരുഭൂമിയാണ്, ഒരു കിണർ പോലും പരിസരത്തില്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടി? അപ്പൊ മഹദി പറഞ്ഞു, സഖാനില്ലാഹ്, എനിക്ക് അല്ലാഹു വെള്ളം കുടിപ്പിച്ചതാ. ആ ഒരു കറാമത്ത് കണ്ടതിന്റെ പേരിൽ കൂടെയുണ്ടായിരുന്ന 3 പേരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്.
ആ മഹദിയാണ് മദീനയിലേക്ക് ഓടിച്ചെന്നപ്പോൾ പൊന്നാര നബിയെ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ സമർപ്പിച്ച ഒരു പെണ്ണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന നബി തങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്ന മഹദിമാരെ അല്ലാഹു പരാമർശിച്ചെടുത്ത് വഹബത്ത് നഫ്സഹ എന്ന് പറഞ്ഞ ഹിബത്ത് നൽകുന്ന പെണ്ണ് എന്ന് ഖുർആൻ പറഞ്ഞത് ഉമ്മു ശരീക്ക് ബീവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്ര റളിയല്ലാഹു തആല അൻഹ. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ ഇറങ്ങിയത് ഉമ്മു ശരീക്ക് ബീവിയുടെ വിഷയത്തിലാണ് റളിയല്ലാഹു തആല അൻഹ. നമ്മൾ ചിന്തിക്കുന്നത് തിന്മയുടെ അതിപ്രസരങ്ങൾ അല്ലെങ്കിൽ തിന്മയുടെ വിളയാട്ടം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ പബ്ലിക് മീഡിയകളിൽ, നമ്മുടെ ടെലിവിഷനുകളിൽ, നമ്മുടെ ഇന്റർനെറ്റിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, ആഘോഷവേളകളിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ഉമ്മത്തിൽ ഉണ്ടാവണം, ഉണ്ടായിട്ടുണ്ട്, കാലാകാലങ്ങളിൽ അതുണ്ടാവുകയും ചെയ്യും. അത് ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന തൗഫീഖാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാൻ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഏറെ സാധ്യതയേറിയത് യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. വൈകുന്നേരം ഇന്നത്തെ സമയം ഈമാൻ ഉണ്ടായിരുന്ന ആളുകൾ നാളെ നേരം പുലരുമ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ. നേരം വെളുത്തപ്പോൾ ആൾ മുസ്ലിമാണ്, പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു. അങ്ങനത്തെ അപകടങ്ങൾ നിങ്ങൾക്ക് അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എത്രയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഔറത്ത് മറക്കാതെ നടക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കാം. എല്ലാവരും അങ്ങ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അവർക്കിടയിൽ നിന്ന് പോലും തൗഹീദിന്റെ വെളിച്ചവുമായി കടന്നു വരുന്ന എത്രയോ മഹാന്മാർ അല്ലാഹുവിന്റെ ദീനിനുണ്ട്. അതിന്റെ ഒക്കെ ഭാഗമാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സുന്നി സെന്റർ മദ്രസ ഇവിടെ ഒരു ഖുർആൻ പഠനവേദി നമ്മുടെ ഡോക്ടർ മുഹമ്മദ് ഹംസയുടെ നേതൃത്വത്തിൽ, ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കോഴ്സിന്റെ പേര് തൻവീറുൽ ഖുർആൻ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുന്ന ആ ഒരു ഖുർആൻ പഠന ക്ലാസ് എല്ലാവരും അതിൽ സംബന്ധിക്കണം. അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഇൻഷാ അല്ലാഹ് ഇവിടെ വഴി അതിലെ ഫസ്റ്റ് ബാച്ചിലെ ആളുകൾക്ക് നൽകാൻ പോകുന്നുണ്ട്. നമ്മുടെ മദ്രസ അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ദുബൈ പോലെയുള്ളൊരു മെഗാ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ സിലബസ് പഠിപ്പിക്കാനും അറിയാനും നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാനും ഇൽമിന്റെ മജ്ലിസും ദിക്റിന്റെ മജ്ലിസുകളും ഒക്കെ സംഘടിപ്പിക്കാനും നമുക്ക് ഇങ്ങനെ ഒരു സെന്റർ ഇവിടെ സാധ്യമായത്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അത്രയും മനോഹരമായ ഒരു കോമ്പൗണ്ട് നമുക്കിവിടെ സാധ്യമായത്. എല്ലാവരും നമ്മുടെ സെന്ററിലെ മദ്രസയും അവിടെ നടക്കുന്ന ദീനി ദഅവി ക്ലാസുകളും ഇത് തൻവീറുൽ ഖുർആൻ കോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ സ്വലാത്ത് മജ്ലിസ് അടക്കം എല്ലാം നമ്മൾ വിജയിപ്പിക്കണം. നമ്മുടെ കൂടെയുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുവരണം. ദീനിന്റെ അറിവിന്റെ വെളിച്ചം അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ പ്രയാസം അറിയാം. ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. ഇന്നൽ ഈമാന ലയബ്ല കമാ യബ്ല സൗബു അഹദികും. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപയോഗശൂന്യമാകുന്ന പോലെ, അത് ഉപയോഗിക്കാൻ കൊള്ളാതാകുന്ന പോലെ നിങ്ങളുടെ ഈമാനിലും ദുർബലത സംഭവിക്കാൻ ഇടയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഈമാനിനെ കഴുകി കടഞ്ഞെടുത്ത് വൃത്തിയാക്കി അതിനെ പോളിഷ് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള വഴി അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാണ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒരു 5 തവണ നമ്മൾ ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലിത്തരാം, അതുപോലെ അങ്ങ് ചൊല്ലാം. ബിസ്മില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو
الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. മൂന്ന് കാര്യങ്ങളാണ്. ടെൻഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി തരും. രണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു പരിഹാരം തരും. മൂന്ന്, നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നമുക്ക് റിസ്ക് തരും. നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ റിസ്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ടെൻഷൻ ഇല്ലാതാവുക. ഈ മൂന്ന് ഉപകാരങ്ങൾ ഈ ദിക്റിന് ഗ്യാരണ്ടിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് ചെയ്യാൻ, എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ്, 3, മാക്സിമം 5 മിനിറ്റെങ്കിലും, 5 മിനിറ്റ് സമയമെങ്കിലും ഒറ്റക്കിരുന്ന് ഈ ദിക്ർ ചൊല്ലണം. എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് നമുക്ക് പറ്റുന്നത്ര എണ്ണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലാഹുവിലേക്ക് പാപമോചനം തേടുകയാണ്, അല്ലാഹുവിലേക്ക് ഹൃദയം തുറന്ന് മടങ്ങുകയാണ്. അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, മഹോന്നതനായ റബ്ബേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. റബ്ബേ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായവൻ അല്ലാഹുവേ നീ മാത്രമാണ്. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബേ. അൽ ഖയ്യൂം, പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനായ റബ്ബേ. വഅതൂബു ഇലൈഹി, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഇതിന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഗുണങ്ങളാണ് 3 ഒന്ന്, ടെൻഷൻ ഇല്ലാതെയാകും. 3, രണ്ടാമത്തേത് പ്രശ്നങ്ങൾക്ക് പരിഹാരം. ജമഅ അല്ലാഹു ശംലഹു. 3, വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു തആല റിസ്ക് തരുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുബൈയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ റിസ്കിന് വേണ്ടിയുള്ള ഹോട്ടലല്ലേ, പിന്നെ ജോലിയും കച്ചവടം എന്ന് പറഞ്ഞ ഇവിടെ ടെൻഷൻ തന്നെയാണ്. അതുകൊണ്ട് ടെൻഷന് പരിഹാരം വേണം. പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കപ്പെടണം. ഇതൊക്കെ നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. എല്ലാവരും ചൊല്ലണം. അത് നമ്മുടെ വീട്ടിലെ മക്കളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹു. ആ ഹയ്യ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നേരത്ത് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കിൽപ്പെട്ടതാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു മനക്കരുത്ത് നമ്മൾ ആലോചിച്ച് നോക്കണം. സിദ്ദീഖ് തങ്ങൾ അർഫഉ ഉമ്മത്തി അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ കരുണയുള്ള മഹാൻ അത് സിദ്ദീഖ് തങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ലോലമായ ഹൃദയമാണ്. പക്ഷെ തങ്ങൾ വഫാത്തായപ്പോൾ എന്താ സംഭവിച്ചത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്വഹാബിമാർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല, എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് ഇരിക്കാൻ പറ്റിയില്ല, കിടന്നവർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല, മിണ്ടാതിരിക്കുന്നവർക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ പോയില്ലേ, തൗറാത്ത് സ്വീകരിക്കാൻ പോയില്ലേ, 40 ദിവസം. അത് കഴിഞ്ഞ് മൂസ നബി തിരിച്ചു വന്നില്ലേ എന്ന പോലെ പുണ്യ റസൂൽ വഫാത്തായതല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് യാത്രയായതാണ്. തിരിച്ചു വരും. മൂസാ നബി തിരിച്ചു വന്ന പോലെ തിരിച്ചു വരും. സിദ്ദീഖ് തങ്ങളെ ഇല്ലായിരുന്നല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. നേരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കരച്ചു. ഹബീബായ നബി തങ്ങൾ മുസജ്ജൻ, അവിടുന്ന് ഒരു പുതപ്പ് കൊണ്ട് മുഖം മൂടി അവിടുന്ന് കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖത്തെ വസ്ത്രം നീക്കി സിദ്ദീഖ് റളിയല്ലാഹു ഫൻഖബ അലൈഹി, ആ മുഖത്തേക്ക് വീഴുകയാണ് സിദ്ദീഖ് എന്നവര്. തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ യുമീതുകല്ലാഹു മൗതതൈൻ, നബിയെ അല്ലാഹു നിങ്ങളെ 2 തവണ മരിപ്പിക്കുകയില്ല. ദുനിയാവിൽ ഒരു നഫ്സിന് ഒരു മരണമുണ്ട്, ആ മരണമാണ് അങ്ങ് മരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായി കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണ് നബിയെ അങ്ങേക്കെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് നേരെ മിമ്പറിലേക്കാ ചെല്ലുന്നത്. അവിടെ കൂട്ട നിലവിളിക്കുന്ന ആളുകളുണ്ട്.
മിണ്ടാതിരിക്കുന്നവരുണ്ട്, തേങ്ങുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വാള് പിടിച്ച് നടക്കില്ലേ, ആ സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹമിദല്ലാഹു വസല്ല അലാ നബിയിഹി, എല്ലാം ഹംദും സലാത്തും കഴിഞ്ഞിട്ട് അമ്മാ ബഅദ്, ജനങ്ങളെ, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുഹമ്മദ് നബി തങ്ങളെയാണ് നിങ്ങൾ ആരാധിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ അറിയണം ഹബീബായ നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിച്ചിരിക്കുന്നത് എങ്കിൽ അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലാഹു മരിക്കുന്നവനല്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നത് നബി തങ്ങളുടെ വഫാത്തോടുകൂടി അവസാനിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ വഫാത്തായില്ലേ, ഇനി എന്ത് ഇസ്ലാം എന്ന് അവിടെ ചിന്തിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ ഹബീബായ നബി തങ്ങൾക്ക് നുബുവത്ത് കൊടുത്തവരാരോ, ആരാണോ ഹയ്യുൻ ഖയ്യൂമായ അല്ലാഹ്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അതുകൊണ്ട് ഈ റിസാലത്തിനെ കൊടുത്തുവിട്ട അല്ലാഹു ആ റബ്ബിലുള്ള വിശ്വാസം വീണ്ടെടുത്തപ്പോഴാണ് ഉമ്മത്തിന് ജീവൻ കിട്ടിയത്. സിദ്ദീഖ് തങ്ങളുടെ വാക്കിലൂടെയാണ് റളിയല്ലാഹു അൻഹു. അല്ലാതെ ഹബീബിന്റെ വഫാത്തോടുകൂടെ എല്ലാവരും തളർന്നു പോയിരുന്നുവെങ്കിൽ ഇസ്ലാം പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാതെ പോകുമായിരുന്നു. പക്ഷേ ഹബീബായ നബി തങ്ങൾക്ക് നുബുവത്ത് കൊടുത്ത, തങ്ങൾക്ക് ജീവനും തങ്ങൾക്ക് മരണവും നൽകിയ അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ദീൻ അജയ്യമായി നിലനിൽക്കണം എന്ന് ഈ ദീനിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു. ആ മനക്കരുത്ത് ഉലമാ പറയും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ അത്ഭുതമാണ്. അങ്ങനെ ഒന്ന് പറയാൻ കഴിയുന്ന ആളായിരുന്നില്ല സിദ്ദീഖ് എന്നവരെ. വല്ലാണ്ട് കരയുന്നവരാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ കരഞ്ഞ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കരയായിരുന്നു. സ്വഹാബികളൊക്കെ ചോദിച്ചു, എന്തിനാ സിദ്ദീഖിനവരെ കരയുന്നത്? അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഫത്ഹും വന്നാൽ നബിയെ, ജനങ്ങൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകി വരുന്നതും കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹി അതൂബു ഇലൈഹി എന്ന തൗബയുടെ വചനങ്ങളും നബിയെ നിങ്ങൾ ധാരാളം ചൊല്ലണമേ എന്ന് പറയുന്ന ഒരു ആയത്ത്, ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ എന്തിനാ സിദ്ദീഖ് എന്നവരെ കരയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുൾ അറിയാമായിരുന്നു. അല്ലാഹുവിന്റെ ഫത്ഹ് വന്നാൽ പിന്നെ ഈ ഉമ്മത്തിന് ഒരു ക്ഷീണം വരും. ആ ക്ഷീണം ഹബീബായ നബിയുടെ വഫാത്തായിരിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് കരഞ്ഞ സ്വഹാബിയാണ് സിദ്ദീഖ് റളിയല്ലാഹു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന് അറഫയിൽ ഇറങ്ങിയ ആയത്താണത്. അറഫ മരുഭൂമിയിൽ ഇറങ്ങിയ ആയത്താണത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ആയത്തിറങ്ങിയപ്പോഴും സിദ്ദീഖിനവർ കരഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പൂർത്തിയായിരിക്കുന്നു. ഇദാ തമ്മ അംറുൻ ബദാ നഖ്സുഹു, ഒരു കാര്യം പൂർത്തിയായാൽ അതിന്റെ ന്യൂനത കാണാൻ തുടങ്ങും. അതായത് ഈ ഉമ്മത്തിന് വലിയൊരു നഷ്ടം ഹബീബിന്റെ വഫാത്തിലൂടെ സംഭവിക്കും എന്ന് പേടിച്ചിരുന്ന സ്വഹാബിയാണ് സിദ്ദീഖ് റളിയല്ലാഹു. പക്ഷെ ആ വഫാത്ത് അങ്ങോട്ട് നടന്നപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സടകുടഞ്ഞ് എഴുന്നേറ്റു. അല്ലാഹുവിന്റെ ഖലാ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്ലാം തുടരണം. ഹബീബിന്റെ നുബുവത്ത്, ഹബീബ് അല്ലാഹുവിലേക്ക് യാത്രയായത് ശരിയാണ്. പക്ഷെ അവിടുത്തെ റിസാലത്ത്, അവിടുത്തെ നുബുവത്ത് ഖുർആനും സുന്നത്തും ഇവിടെ ബാക്കിയുണ്ട്. അത് ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിലേക്കാണ് ബന്ധിപ്പിച്ചത്. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ, അല്ലാഹുവിന്റെ ഹയ്യുൻ ഖയ്യൂം എന്ന് പറയുന്ന ആ ഒരു ദിക്ർ വലിയ അർത്ഥമുള്ള ദിക്റാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബീവി മക്കക്കാരിയായ മഹദിയാണ്. അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അബൂ തൽഹ റളിയല്ലാഹു തആല. അന്ന് അദ്ദേഹം സ്വഹാബിയല്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ
അബൂ തൽഹ തങ്ങളെ കണ്ടപ്പോഴേ അദ്ദേഹം നല്ല ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ള സമ്പത്തുള്ള തറവാടുള്ള നല്ല മനുഷ്യനാണ്. പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അദ്ദേഹം മുസ്ലിമല്ല. ഇന്നക റജുലുൻ കുഫുൻ, അബൂ തൽഹ നിങ്ങൾ എനിക്ക് കുഫുഅത്ത ഒരാൾ തന്നെയാണ്. വമാ മിഥലുക യുറദ്ദു, നിങ്ങളെപ്പോലെയുള്ള ഒരാളെ വിവാഹം അന്വേഷിച്ചു വരുമ്പോ ആ വിവാഹത്തെ നിരാകരിക്കുന്നതോ നിരസിക്കുന്നതോ ശരിയല്ലെന്നും അറിയാം. പക്ഷേ നിങ്ങളൊരു ദൈവനിഷേധിയായ കാഫിറായ ആളും ഞാനൊരു മുസ്ലിമസുമാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം എന്റെ മഹറായിരിക്കും. ആ മഹർ അത് മതി, എനിക്ക് വേറെ മാലയോ വളയോ പാദസരമോ സമ്പത്തോ തോട്ടമോ വീടോ കാറോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങളുടെ മഹർ, നിങ്ങളുടെ ഇസ്ലാമാണ്. അതിനെ പറ്റുമോ അബൂ തൽഹ? ഇത് ചോദിച്ചത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. നമ്മുടെ പെൺകുട്ടികള് ഇന്നൊക്കെ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ബെസ്റ്റിയും ക്രഷും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വഴിവിട്ട് ജീവിക്കാനുള്ള ലൈസൻസ് പല നാമങ്ങളിലും പല പേരുകളിലും പല ഫാഷനുകളിലും നമ്മുടെ ക്യാമ്പസുകളിലും സ്കൂളിലും മദ്രസയിലും നമ്മുടെ കല്യാണങ്ങളിലും നമ്മുടെ ഒരുമിച്ച് കൂടുന്നിടത്തും അങ്ങാടികളിലും എല്ലായിടത്തും നമ്മുടെ കുട്ടികളുടെ ചർച്ചകളിൽ അതാ വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതെന്റെ ക്രഷാണ്, ഇതെന്റെ ബെസ്റ്റിയാണ്. ചെറിയ മക്കൾ പറയുമ്പോൾ അവർക്കൊന്നും അതിന്റെ ആഴം അറിയില്ല, അവരാ പറയുന്ന അത്ര അർത്ഥം കൊടുക്കേണ്ടത്. പക്ഷേ മുതിർന്ന മക്കളും അത് പറയാൻ തുടങ്ങുന്നുണ്ട്. അവരും അങ്ങനെ തന്നെ സംസാരിക്കുന്നത്. ഈമാനിനും ഇസ്ലാമിനും അവിടെ ഒരു ഇടം കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കാതെ പോവാൻ. സ്നേഹം, അനുരാഗം, ഇതൊക്കെ വലിയൊരു ഫീലിംഗ് ആണ്, ശരി തന്നെയാണ്. പക്ഷേ അതിലും വലിയൊരു അനുഭവമാണ് നമ്മുടെ ഈമാൻ. നമ്മുടെ ഈമാൻ ഏറ്റവും വലുതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയുടെ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി പിന്നീട് മാറിയ മഹദിയാണ്. ഒറ്റ ചോദ്യം ചോദിച്ച അബൂ തൽഹ, നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയുള്ള ഒരാൾ പടച്ചവനെ വിശ്വസിക്കാതെ ജീവിക്കുകയോ പുണ്യ നബിയെ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ബോധിക്കാതെ ജീവിക്കുകയോ അബൂ തൽഹ? നിങ്ങൾ എന്നാണോ മുസ്ലിമാകുന്നത് അന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ഇസ്ലാം എന്റെ മഹറാണ് എന്ന് പറഞ്ഞ മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഇത് പറഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് കാര്യം പിടികിട്ടി. കേവലം ഒരു വിവാഹത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഇസ്ലാം ആയിരുന്നില്ല അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം. അദ്ദേഹം ആലോചിക്കുകയാണ്, അല്ല സത്യത്തിൽ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? പടച്ചവൻ ആരാണ്? സൃഷ്ടാവ് ആരാണ്? അല്ലാഹു കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ഈ ചരാചരങ്ങൾ കൊണ്ട് പടക്കപ്പെട്ടതാണോ? അതല്ല, കണ്ണുകൾക്കും മനുഷ്യന്റെ സെൻസറി ഫാക്കൽറ്റികൾക്കുമൊക്കെ അതീതനായ സൃഷ്ടികളുടെ അപ്പുറത്തുള്ള അല്ലാഹു ജല്ല ജലാലു, ആ റബ്ബിനെയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നോക്കണം, ഒരു വിവാഹ ആലോചന വരുമ്പോഴേ ദീനി നിങ്ങൾ മുൻഗണന കൊടുക്കണം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അതാണ്. സമ്പത്തില്ലെങ്കിൽ അല്ലാഹു അത് കൊടുത്തെന്ന് വരും. ഉള്ള സമ്പത്ത് എടുത്തു കൊണ്ടുപോകാൻ അല്ലാഹുവിന് കഴിയും. സൗന്ദര്യം ഒരു ചുടുവെള്ളം ദേഹത്തേക്ക് വീണാൽ തീരുന്ന സംഗതിയാണത്. അത്രയല്ലേ ഉള്ളൂ. ഒരു അപകടം സംഭവിച്ചാൽ തീരുന്നതാണത്. സൗന്ദര്യത്തിന് അത് ഫെയ്ഡായി പോയേക്കാം, നഷ്ടമായേക്കാം. പക്ഷെ ദീൻ അതൊരിക്കലും നഷ്ടമാവില്ല. കല്യാണം കഴിക്കുമ്പോഴേ ചെറുപ്പക്കാർ വിവാഹ ആലോചന നടത്തുമ്പോ ദീനിനെ മുൻഗണന കൊടുക്കണമെന്ന് ഈ ഒരു സംഭവം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ സംഭവം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇസ്ലാമേതര മതവിശ്വാസികളായി കഴിയുന്ന, മതമില്ലാത്തവരായി കഴിയുന്ന ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ ഒരടുപ്പത്തിലായി പെട്ടുപോയാൽ പോലും ഇസ്ലാം അവിടെ വിധി നിർണയിക്കുകയാണ്. അള്ളാഹുവിനനുസരിക്കുന്ന ഒരു തരത്തിലേക്ക് അവർക്ക് മാറാൻ പറ്റുന്നുവെങ്കിൽ മാത്രമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾ കേട്ടതാണ്, അറിയുന്നതാണ്. അബുൽ ആസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. തങ്ങളെ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് 40 വയസ്സാകുന്നതിന്റെ മുമ്പ് കല്യാണം കഴിച്ചെടുത്ത മോളാണ് സൈനബ് ബീവി.
ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി, ഏറ്റവും ആദ്യത്തെ മോള് റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യത്തെ മോളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽഥൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. ഈ 4 പെൺകുട്ടികൾ ആർക്ക് ജനിച്ചവരാ? ഖദീജ ബീവിക്ക് ജനിച്ചവരാ റളിയല്ലാഹു തആല അൻഹ. സൈനബ് ബീവിയെ കല്യാണം കഴിച്ചെടുത്തു ഖുറൈശി തറവാട്ടിൽപ്പെട്ട അബുൽ ആസ് ഇബ്നു റബീഅ. അപ്പൊ തങ്ങളന്ന് നബിയായിട്ടില്ല. നല്ല സ്നേഹ ബന്ധമുള്ള ഒരു കുടുംബ ജീവിതം. അതിലവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ഉമാമ എന്നൊരു മോളുണ്ട്, അലി എന്നൊരു മോനുണ്ട്. അങ്ങനെ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ കൂടെ വീട്ടിലേക്ക് ഹബീബിന്റെ കൂടെ താമസിക്കുമ്പോൾ തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ ഒരു ദീർഘമായ യാത്രക്ക് പോയതാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹബീബായ നബിക്ക് 40 വയസ്സായി ഇവിടത്തേക്ക് നബുവത്ത് ലഭിച്ചിരിക്കുകയാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അക്ഷരാഭ്യാസമില്ലാതിരുന്നൊരു നബിയെ, ഒരു പ്രവാചകരെ അക്ഷരത്തിന്റെ അറിവിന്റെ ലോകത്തേക്ക്, പേനയുടെ അറിവിന്റെ വായനയുടെ ലോകത്തേക്ക് പിടിച്ചുയർത്തുന്ന വാക്കുകൾ. ആദ്യമായി ഖുർആൻ അവതരിക്കുന്ന വചനങ്ങൾ വായിക്കണം, എഴുതണം, പഠിക്കണം എന്നാണ്. നബിക്ക് തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചിരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു, സൈനബ് ബീവി ഇസ്ലാം സ്വീകരിച്ചു, സിദ്ദീഖ് എന്നവർ ഇസ്ലാം സ്വീകരിച്ചു, ബിലാൽ എന്നവർ സ്വീകരിച്ചു, അലിയാർ തങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ വിരലിലുണ്ടാവുന്ന സ്വഹാബിമാർ ഹബീബിന് ചുറ്റുമുള്ള സമയം അബുൽ ആസ് ഇബ്നു റബീഅ തിരിച്ചു വന്നു. സൈനബ് ബീവി പറഞ്ഞു, അബുൽ ആസ് അന മുസ്ലിമ, ഞാൻ മുസ്ലിമത്താണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല. കാരണം എന്റെ ഭാര്യയുടെ പിതാവ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഹബീബ് അങ്ങയുടെ പിതാവ് പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഖുറൈശികളുടെ കൂടെയാണ്. പക്ഷെ അന്ന് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും മുസ്ലിമായിരിക്കണം എന്ന നിബന്ധന, ആ നിയമം അന്ന് ഇറങ്ങിയിട്ടില്ല. ഹിജറ നടന്നു. മദീനത്തേക്ക് ഹിജറ പോകുന്ന സമയമുണ്ടായി. സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൂടെ അപ്പോഴും മക്കയിലാണ്. മദീനയിലെത്തിക്കഴിഞ്ഞപ്പോ സൈനബ് ബീവിയുടെ മനസ്സിന് വലിയ വേദന. വാപ്പയെ കാണാൻ പറ്റുന്നില്ല. ഇനി മദീനയിലേക്ക് മുസ്ലിമീങ്ങൾക്ക് ഹിജറ ചെയ്ത് വന്നിരിക്കല്ലേ, അതുകൊണ്ട് മദീനയിൽ മുസ്ലിമീങ്ങൾ ശക്തി സംഭരിക്കുമ്പോ മക്കക്കാരുമായി ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അത് പേടിച്ചു സൈനബ് റളിയല്ലാഹു അൻഹ. യുദ്ധമുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ പിതാവ് റസൂലുള്ളാഹി തങ്ങൾ വധിക്കപ്പെടും, അല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള അബുൽ ആസ് എന്ന തന്റെ പ്രിയതമൻ, തനിക്കേറെ ഇഷ്ടപ്പെട്ട തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ വധിക്കപ്പെടും. ഭയങ്കര സ്നേഹബന്ധമായി രണ്ടുപേരും, വല്ലാത്ത സ്നേഹബന്ധമായിരുന്നു സൈനബ് ബീവിയും അബുൽ ആസ്. പേടിച്ചതുപോലെ ബദർ യുദ്ധം നടന്നു. ബദർ യുദ്ധത്തിൽ ഖുറൈശി നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ അബുൽ ആസ് ഇബ്നു റബീഅ കൊല്ലപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹം യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ടു. യുദ്ധത്തടവുകാരൻ, അസീർ എന്ന് പറയും. നമ്മളൊക്കെ ജയിൽ പുള്ളികളായി പിടിക്കപ്പെടുന്ന പോലെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള പൈസ കൊടുത്തയക്കുകയാണ് മദീനത്തേക്ക്. ഓരോരുത്തരുടെയും പൈസ വന്നാൽ ഹബീബാ നബി തങ്ങൾ ലിസ്റ്റ് വായിക്കും. അവരുടെ ദിയത്ത്, അവരുടെ ഫിദിയ വന്നിട്ടുണ്ടോ, എത്രയാ വന്നത്, ഇന്നാളെ വിട്ടയച്ചേക്കും, ഇന്നാളെ വിട്ടയച്ചേക്കും. ആ പറയുന്ന കൂട്ടത്തിലുണ്ട് ഒരു മാലയുമായി ഒരു എഴുത്ത്. ആ മാല സൈനബ് ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ വിട്ടുകൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണ്. നബി തങ്ങളുടെ കയ്യിൽ ആ മാല എത്തിയപ്പോ ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ആ മാല ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സൈനബ് ബീവിയുടെ കല്യാണത്തിന് സമ്മാനമായി കൊടുത്ത മാലയാണത്. ആ മാല കണ്ടപ്പോ വല്ലാത്ത വേദന തോന്നി ഹബീബിന്. തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ, നിങ്ങൾക്ക് പൊരുത്തമാണെങ്കിൽ എന്റെ മരുമകൻ, എന്റെ മകളുടെ പുതിയാപ്പിള അബുൽ ആസ് ഇബ്നു റബീഅനെ ഈ മാല പകരം കൊടുക്കാതെ, ഇതെന്റെ ഖദീജയുടെ മാലയാണ്, ഇതെന്റെ മോൾക്ക് സൈനബിന് തിരിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആർക്കും വിരോധമില്ലെങ്കിൽ അബുൽ ആസ് ഇബ്നു റബീഅനെ ഞാൻ മോചിപ്പിച്ചോട്ടെ.
അവരൊക്കെ പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം, അങ്ങ് മോചിപ്പിച്ചോളൂ. അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിച്ചു. ഹബീബായ നബി തങ്ങൾ പിന്നെ മസ്ജിദുൻ നബവിയുടെ ഒരു സൈഡിലേക്ക്, പുറത്തേക്ക്, പള്ളിയുടെ പുറംഭാഗം ഒരു സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം ഇങ്ങനെയായിരുന്നു: അബുൽ ആസ് ഇബ്നു റബീഅ, നിങ്ങളെ ഞാൻ ഇന്ന് മോചിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാം. അത് നിങ്ങളുടെ സന്തോഷ വാർത്തയാണ്. എന്നാൽ ഒരു ദുഃഖവാർത്തയുണ്ട്. ഇന്നല്ലാഹ അമറനി അൻ നുഫർരിഖ ബൈനൽ മുസ്ലിമി ബൈനൽ മുഅ്മിനതി വൽ കാഫിർ. കാഫിറായ ഒരു ഭർത്താവും മുസ്ലിമത്തായ ഒരു പെണ്ണും, അല്ലെങ്കിൽ കാഫിറത്തായ ഒരു പെണ്ണും മുസ്ലിമായ ഒരു ഭർത്താവും അവരൊരുമിച്ച് ജീവിക്കാൻ പാടുള്ളതല്ല, അവരെ വേർപിരിക്കണം എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അബുൽ ആസ് ഇബ്നു റബീഅ, അതുകൊണ്ട് എന്റെ മകൾ സൈനബിനെ നിങ്ങൾ തിരിച്ചു നൽകുമോ? സൈനബിനെ എന്റെ വീട്ടിലേക്ക് തിരിച്ചാക്കി തരുമോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നബിയെ, പ്രവാചകരെ, എന്റെ ഭാര്യ പിതാവല്ലേ അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. പക്ഷെ അന്നൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല. മക്കയിലേക്ക് ഈ വിവരവുമായി പോകുന്നത് ഭർത്താവാണ്. സൈനബി റളിയല്ലാഹു അൻഹ മോചിതനായി വരാൻ പോകുന്ന ഭർത്താവിനെയും കാത്തിരിക്കുകയാണ്, മക്കളെയും പിടിച്ച് കാത്തിരിക്കുകയാണ്. ഭർത്താവ് മദീനയിൽ നിന്ന് വരുന്നതും കാത്ത്. അബുൽ ആസ് ഇബ്നു റബീഅ വരുമ്പോ ഓടിച്ചെന്ന് സ്വീകരിക്കാൻ നിൽക്കുമ്പോ പറഞ്ഞു, സൈനബേ, എന്നെ സ്പർശിക്കരുത്, ഞാൻ മോചിതനാണ്. പക്ഷേ അങ്ങയുടെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഉപ്പയുടെ അടുത്തേക്ക് തിരിച്ചു പറഞ്ഞേക്കണം. നിങ്ങൾ മുസ്ലിമത്തും ഞാൻ കാഫിറുമായിരിക്കെ നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് നിന്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് സൈനബേ എന്ന് സൈനബ് റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ ദുഃഖഭാരം കൊണ്ട് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സൈനബി പറയുമായിരുന്നു, എന്നെയും എന്റെ മക്കളെയും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് താമസിക്കാൻ മാത്രം നിങ്ങൾക്ക് അവിശ്വാസം, കുഫർ ഇഷ്ടമാണോ? എന്നെക്കാളും മക്കളെക്കാളും നിങ്ങൾക്ക് ബഹുദൈവ വിശ്വാസമാണോ ഇഷ്ടമായത്? നിങ്ങൾക്കൊന്ന് തൗഹീദിലേക്ക് ഒന്ന് മുസ്ലിമായി കൂടെ? അള്ളാഹുവിന്റെ റസൂലിനെ, എന്റെ ഉപ്പയെ നബിയായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രയാസമാണുള്ളത്? അള്ളാഹുവിനെ വിശ്വസിച്ചുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് വിശ്വസിക്കാനും തടസ്സമാണ് നിങ്ങൾക്കുള്ളത്. അബുൽ ആസ് ഇബ്നു റബീഅ ഇതൊന്നും പറഞ്ഞില്ല, മൗനമായിരുന്നു മറുപടി. അങ്ങനെ സൈനബി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ അരികത്തേക്ക് മദീനയിലേക്ക് യാത്രയാവുകയാണ്. മദീനയിലേക്ക് എത്തുന്നു. മദീനയിലെത്തി 6 വർഷം കഴിഞ്ഞതിന് ശേഷം അബുൽ ആസ് ഇബ്നു റബീഅന്റെ ഒരു യാത്രാ സംഘം മദീനയുടെ പരിസരത്തൂടെ പോകുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള ഒരു സൈന്യം, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അനുയായികളും അബുൽ ആസ് ഇബ്നു റബീഅന്റെ കച്ചവട സംഘത്തെ പിടികൂടുകയായിരുന്നു. അബുൽ ആസ് ഇബ്നു റബീഅ മദീന പള്ളിയിലേക്ക് പിടിക്കപ്പെട്ടു കൊണ്ടുവന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അബുൽ ആസ് ഇബ്നു റബീഅ എന്നതിന്റെ മരുമകനുണ്ട്. സൈനബ് ബീവിയെ മക്കളെ കാണാൻ പറ്റില്ല, അവരരികത്തേക്ക് പോകാൻ കഴിയില്ല. സൈനബ് റളിയല്ലാഹു അൻഹ പലരോടും എഴുതി കൊടുത്തയച്ചു, എന്നെയും എന്റെ മക്കളെയും വേണ്ടെന്ന് വെക്കാൻ മാത്രം വലുതാണോ നിങ്ങളുടെ ഈ അവിശ്വാസം? അബുൽ ആസ് ഇബ്നു റബീഅന് നിരന്തരമായ ഉത്ബോധനങ്ങൾ സൈനബ് ബീവിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുദൈവ വിശ്വാസമാണോ നിങ്ങൾക്ക് നമ്മുടെ ഈ കുടുംബജീവിതത്തെക്കാളും വലുത്? ബഹുദൈവ ആരാധനയുടെ പാപ്പരത്വം വിശുദ്ധമായ ഖുർആനും ഹദീസും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന വന്യ പിതാവിനെ പ്രവാചകരായി അംഗീകരിക്കാൻ എന്ത് തടസ്സമാണ് എന്റെ ഭർത്താവേ നിങ്ങൾക്കുള്ളത്? മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഈ സാരോപദേശങ്ങളാണ് അബുൽ ആസ് ഇബ്നു റബീഅ എന്ന മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഇടപെടലാണ്. നോക്കണം, ഒരു മനുഷ്യന്റെ ഹിദായത്ത് സ്നേഹബന്ധങ്ങളെക്കാളും വലുത് ആത്മാവുമായി റബ്ബുമായുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധിയാണ് നമ്മുടെ ശരീരത്തിന്റെ ആനന്ദത്തെക്കാളും വലുത് എന്ന് തിരിച്ചറിയുകയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ.
ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഈ രണ്ട് മഹദിമാർ അവരുടെ ഭർത്താക്കന്മാരോട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞവരിൽ പ്രമുഖരാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ ആരാണ്? അബൂജഹലിന്റെ മോനാണ്. അബൂജഹൽ ആരാണ്? ഫിർഔനു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഫിർഔനാണ് അബൂജഹൽ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂജഹലിന്റെ സാക്ഷാൽ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഇക്രിമ തങ്ങളുടെ ഭാര്യയുടെ നിരന്തരമായ ഉത്ബോധനം വഴിയാണ്. ഭാര്യയാണ്, പെണ്ണുങ്ങളാണ്, ഭാര്യയാണ്. അവരാണ് അവർക്ക് ഉത്ബോധനം കൊടുക്കുന്നത്. അവരാണ് നിരന്തരം അവരെ ചിന്തിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ഈ ഉത്ബോധനങ്ങൾ ദീനിലേക്ക് വരാൻ കാരണക്കാരായി എന്നതിന്റെ പേരിൽ ഈ മഹദിമാർക്ക് ലഭിക്കുന്ന അമലുകൾ എത്ര വലുതാണ്. തന്റെ ഭർത്താവ് ചെയ്യുന്ന മുഴുവൻ അമലിന്റെയും കൂലി കിട്ടും. തന്റെ ഭർത്താവ് കാരണം ആരൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം കിട്ടും. അവർ ആർക്കൊക്കെ ദഅവത്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ കൂലി കിട്ടും. അങ്ങനെ എണ്ണമറ്റ അമലുകൾ ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ചെയിൻ ഓഫ് ഡീഡ്സ്, അമലുകളുടെ ചെയിൻ നിര തന്നെ ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കുന്ന ആൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ വിദ്യാർത്ഥിനികളോട് നമുക്ക് ഉണർത്താനുള്ളത് ഈമാനും വിശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. അത് നശിപ്പിച്ചു കളഞ്ഞിട്ട് വലിയൊരു ബന്ധം അതുകൊണ്ട് കാര്യമില്ല. ഉമ്മു സുലൈം ബീവി അതുകൊണ്ടാണ് പറഞ്ഞത്, അബൂ തൽഹ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാൾ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ നിങ്ങൾക്കൊന്നും കല്യാണം കഴിച്ചു തരൂല എന്ന് പറയാൻ നാണമുണ്ട്. പക്ഷേ അന മുസ്ലിമത്തുൻ വഅൻത കാഫിർ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചില്ലല്ലോ, ഞാൻ മുസ്ലിമത്താണ്. അതുകൊണ്ട് മുസ്ലിമത്തായി എനിക്ക് കാഫിറായ നിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുന്നു. ഹബീബാ നബിയുടെ സദസ്സിലേക്ക് അബൂ തൽഹ തങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഹാദാ അബൂ തൽഹ ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈഹി. സ്വഹാബികളെ, അബൂ തൽഹയാണ് കടന്നു വരുന്നത്. ഹാദാ അബൂ തൽഹ, അബൂ തൽഹയാണല്ലോ വരുന്നത്. ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈഹി, അബൂ തൽഹയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഇസ്ലാമിന്റെ വെളിച്ചം ഞാൻ കാണുന്നു എന്ന് ദൂരെ നിന്ന് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ തൽഹ തങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വരികയാണ്. ആ നിയ്യത്തിന്റെ പ്രകാശം മഹാനവറുകളുടെ കണ്ണിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർറത്തുൽ ഇസ്ലാം ബൈന ഐനൈഹി, അവരുടെ കണ്ണുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രകാശം ഞാൻ കാണുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹറുക ദീനുക മഹറുക ഇസ്ലാമുക യാ അബൂ തൽഹ. അബൂ തൽഹ, നിങ്ങളുടെ മഹർ ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് വലിയ മാതൃക ചെയ്ത മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അല്ലാഹു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, വിദ്യാർത്ഥിനികൾക്ക് അല്ലാഹുവേ നിന്റെ ഹിദായത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ, പ്രേമവും സ്നേഹവും ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അപകടങ്ങളിലേക്ക് പോകാതെ റബ്ബേ നീ നിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ വലിയൊരു കാവല് വേണം, വലിയ കാവല് വേണം. തന്റെ ഭർത്താക്കന്മാർ ഹറാമിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഭാര്യമാർ, സ്വഹാബിമാരുടെ ഭാര്യമാരെ പറയുമായിരുന്നു അത്രേ, ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. രാവിലെ ജോലിക്ക് പോവാണ്, പണിക്ക് പോവാണ്. അപ്പൊ ഭാര്യമാര് പറയുന്നു, ഭർത്താവേ നിങ്ങൾ ജോലിക്ക് പോവല്ലേ, ഇന്നാ നസ്ബിറു അലൽ ജൂ, നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ പട്ടിണി കിടക്കാൻ ഒരുക്കമാണ്. വലാ നസ്ബിറു അലൻ നാർ, ഹറാമിന്റെ പൈസ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഹറാമ് തീറ്റക്കരുതേ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ നരകം സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, എന്നാൽ നരകം സഹിക്കാൻ പറ്റില്ല എന്ന് ഭർത്താവിനോട് ഒരു പലിശ ഇടപാടിലേക്ക്, ഒരു ഹറാം ബിസിനസ്സിലേക്ക്, ഒരു ചീറ്റിംഗ് നടക്കുന്ന ബിസിനസ്സിലേക്ക് പോകല്ലേ എന്ന് ഭർത്താവിനെ ഉണർത്തുന്ന ഭാര്യ.
അതൊക്കെ വലിയ നിഅമത്തല്ലേ. അതുകൊണ്ടാ പുണ്യനബി പറയുന്നത് അദ്ദുന്യാ മതാ, ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും മനുഷ്യൻ കെട്ടുകെട്ടിക്കൊണ്ടുപോകുന്ന ചരക്കുകളാണ്. അതോടെ ഇട്ടേച്ച് ഓടുകയാണ് പിന്നെ ചെയ്യുക. വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ, ഈ ലോകത്ത് നിങ്ങൾക്ക് പാക്ക് ചെയ്യാനും കൊണ്ടു നടക്കാനും സമ്പാദിക്കാനും എന്റേതാണ് എന്ന് പറയാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ടെങ്കിൽ, ഒരു മൂല്യമുള്ള സാധനം നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണാണ്, സ്വാലിഹത്തായ ഒരു ഭാര്യയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, സജ്ജനങ്ങളായ സദ്വൃത്തകളായ കുടുംബിനികളെ അല്ലാഹുവിന് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നല്ല ഭർത്താക്കന്മാർ പെണ്ണുങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു നിന്നെ ഭയപ്പെടുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ ഭർത്താക്കന്മാരായി നൽകണേ തമ്പുരാനെ. അപ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്ത് റാഹത്തായിരിക്കും. ഹബീബിന്റെ ദുആയിലെ റഹിമല്ലാഹു ഇംറഅൻ, ഒരു ആണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എങ്ങനെ? ഖാമ മിനൽ ലൈൽ, രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. വഅയ്ഖള ഇംറഅതഹ, തന്റെ ഭാര്യയെയും നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു. ഫഇൻ അബത്, ഉറക്കച്ചടവ് കൊണ്ട് അവൾ എഴുന്നേൽക്കാൻ മടിച്ചിരിക്കുന്ന സമയം നഫള അലാ വജ്ഹിൽ മാ, ഒരൽപ്പം വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തെളിക്കുക ചെയ്തിട്ട് അവളെ ഉണർത്തിയിട്ട് അവളോട് നിസ്കരിക്കാൻ പറയുന്ന ഒരു ഭർത്താവിന് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈൽ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അവൾ എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. സുബഹി വാങ്കിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരൽപ്പസമയം മുമ്പ്, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റൊരു പെണ്ണ്, അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റ പെണ്ണ്, അവൾ തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ഫഇൻ അബാ, അയാൾ എഴുന്നേൽക്കാൻ ഭാരം കൊണ്ട്, ഉറക്കഭാരം കൊണ്ട്, ക്ഷീണം കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ നഫളത അലാ വജ്ഹിൽ മാ, അയാളുടെ മുഖത്തേക്ക് ഒരൽപ്പം വെള്ളം തെളിച്ചുകൊണ്ടെങ്കിലും അയാളെ എഴുന്നേൽപ്പിക്കാൻ സന്നദ്ധത കാണിക്കുന്ന പെണ്ണിന് റബ്ബേ നീ റഹ്മത്ത് ചെയ്യണമേ. അങ്ങനത്തെ ഒരു ആണിന് റഹ്മത്ത് ചെയ്യണമേ. ഹബീബിന്റെ ദുആയാണത്. അപ്പൊ ഒരു ആണും പെണ്ണും അങ്ങനെയാണ് ഒരു വീടിന്റെ ഉള്ളിലെങ്കിൽ അവിടെ എത്ര വലിയ റഹ്മത്തായിരിക്കും. എന്ത് റഹ്മത്ത്, അല്ലാഹുവിന്റെ എത്ര വലിയ റഹ്മത്ത് അവിടെ ഇറങ്ങും. ഹബീബിന്റെ ദുആയാണത്. രാത്രി എഴുന്നേറ്റു ഭർത്താവിനെ നിസ്കരിക്കുമ്പോൾ വിളിക്കുക, ഭാര്യ എഴുന്നേറ്റു ഭർത്താവിനെ വിളിക്കുക, ഭർത്താവ് എഴുന്നേറ്റു ഭാര്യയെ വിളിക്കുക. ഇത് വലിയ ആനന്ദമാണ്, ആത്മാവിന് കിട്ടുന്ന ആനന്ദമാണ്. അതുകൊണ്ട് മഹദിമാർ ഈമാനിന്റെ ദീനിന്റെ അടിസ്ഥാനം, അതിന്റെ ഏറ്റവും കരുത്തുറ്റ അതിന്റെ ഇസ്ലാമിന്റെ സ്തംഭം എന്ന് പറയുന്നത് ഒരു കുടുംബിനെയാണ്, ഒരു ഉമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു പെങ്ങളാണ്, ഒരു പെൺകുട്ടിയാണ്. കാരണം അവരിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ദീനെത്തും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ദീനീ വിദ്യാഭ്യാസം നൽകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നൽകേണ്ടത്, അതിന് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ എന്ന് പറയുമ്പോഴും പെൺകുട്ടികൾക്ക് കുറച്ചധികം തന്നെയാണ്. കാരണം അവരിലൂടെ കിട്ടുന്ന ഉപകാരം വലുതാണ്. നമ്മളൊക്കെ പറയില്ലേ, നമ്മളെ ഉമ്മ നിസ്കരിപ്പിക്കാൻ പഠിപ്പിച്ചതാണ്. ഉമ്മ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഓതുന്നത് കാണാറുണ്ടായിരുന്നു. ഉമ്മ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ വ്യാഴാഴ്ചയും ഉപ്പ നോമ്പെടുക്കുന്നത് കാണുമായിരുന്നു. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മ ഉപ്പയും, ഇവരുടെ ജീവിതം കണ്ടാണ് നമ്മൾ വളരുന്നത്. അവരുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുസ്തകം. അവരിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിനെ അറിയുന്നത്, അവരിൽ നിന്നാണ് റസൂലിനെ അറിയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ നിന്നാണ് മുസാഫ് പൊക്കി വെക്കണം, മുസാഫിൽ പൊടിയാവരുത്, മുസാഫ് താഴെ വെക്കരുത്, മുസാഫ് മേലെ വെക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, ഖിബലയിലേക്ക് കാല് നീട്ടരുത്. ഇങ്ങനെ തുടങ്ങി ആദാബുകൾ മുഴുവനും നമ്മൾ പഠിക്കുന്ന ആരിൽ നിന്നാണ്? നമ്മുടെ ഉമ്മമാരിൽ നിന്നാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ഉമ്മമാരാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഇൽമ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇൽമ് പഠിച്ചത് മുഴുവൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. വിവാഹം കഴിച്ചതിന് ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ ഇൽമും പഠിച്ചത്. മെഡിസിൻ വരെ പഠിച്ചു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ.
ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്, ഉർവ തങ്ങളെ യാ ഉറൈ എന്ന് വിളിക്കും ആയിഷ ബീവി. ഉർവ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ഉമ്മ. ഉമ്മ എന്നല്ല, എളാമയാണ്, ഉമ്മയുടെ അനിയത്തിയാണ്, അസ്മാ ബീവിയുടെ അനിയത്തിയാണ്, അസ്മാ ബീവിയുടെ മോനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്നവര്, ഉർവത്ത് ബിൻ സുബൈർ എന്നവര്. അങ്ങനെ ഉർവ തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾക്ക് ഹദീസും ഖുർആനും അറിയുന്നതെന്ന് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം നിങ്ങൾ ഹദീസും ഖുർആനും ഹബീബ് എന്ന് കേട്ടുപഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ മിൻ ഐന ലക തിബ്, നിങ്ങൾ എവിടെന്നാ ഈ വൈദ്യശാസ്ത്രം പഠിച്ചത്, എവിടെന്നാ മെഡിസിൻ പഠിച്ചത്? അതൊന്നും MBBS ഇല്ലാത്തതുകൊണ്ടാ. അത്രയും വലിയൊരു ക്വാളിഫിക്കേഷൻ ഉള്ള വിധം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിനിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ കഴിയുന്ന മഹദിയായിരുന്നു. എവിടെന്നാണ് ആയിഷ ബീവി ഉമ്മ നിങ്ങൾ മെഡിസിൻ പഠിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഉർവ റളിയല്ലാഹു അൻഹു. ഉർവ തങ്ങളോട് ആയിഷ ബീവി, യാ ഉറൈ, ഉർവ ഞാനിത് പഠിച്ചത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ അടുത്ത് വിവിധ നാടുകളിൽ നിന്ന് ഡോക്ടർമാർ വരുമായിരുന്നു. അവര് നബി തങ്ങൾക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് മരുന്ന് അവർ നിർദ്ദേശിച്ചു കൊടുക്കുന്നതും കണ്ടും കേട്ടും ശ്രദ്ധിച്ചും പഠിച്ചിട്ടുള്ളതാണ് എന്റെ അറിവെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഷിഫാ ബിൻത് അബ്ദുല്ലാഹി അൽ-അദവിയ്യ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ വലിയൊരു മഹദിയായ സ്വഹാബിയത്തുണ്ട്. അവരും ഇതുപോലെ ചികിത്സ നടത്തിയിരുന്ന മഹദിയാണ്. ഷിഫാബി, പേര് തന്നെ ഷിഫ എന്നാണ്. അവര് റുഖിയ ചെയ്തിരുന്ന മഹദിയാണ്. അറബ് ഭാഷ മനോഹരമായി എഴുതാനും വായിക്കാനും അറിഞ്ഞിരുന്ന മഹദിയാണ്. അപ്പൊ ഷിഫ ബീവി ഒരിക്കൽ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷിഫ നിങ്ങളെ അക്ഷരാഭ്യാസം എന്റെ ഭാര്യയും ഉമർ എന്നവരുടെ മകളുമായ ഹഫ്സ ബീവിക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ കുറെ കാലം എഴുത്തും വായനയും ഹഫ്സ ബീവിയെ പഠിപ്പിച്ചത് ഷിഫ ബീവിയാണ് റളിയല്ലാഹു അൻഹ. പിന്നെ ഒരിക്കൽ അവർ വന്ന് പറഞ്ഞു, നബിയെ ഞാൻ റുഖിയ ചെയ്യുന്നുണ്ട്. റുഖിയ എന്ന് പറഞ്ഞാൽ രോഗത്തിന് ശിഫയായി വിശുദ്ധ ഖുർആനും ഹദീസിൽ വന്ന ദുആകളും അദ്കാറുകളും രോഗിയുടെ ദേഹത്തോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഊതി കൊടുക്കുന്നത്, അതാണ് റുഖിയ എന്ന് പറയാം. റുഖിയ ശർഇയ്യ, ഞാനത് ചെയ്യുന്നുണ്ട് നബിയെ. അതിലെന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ, എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അങ്ങ് പരിഹരിക്കണം നബി, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ അടുത്ത് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിവെച്ചു കൊടുത്തു. നിങ്ങൾ ചെയ്യുന്ന റുഖിയ ശരിയാണ് ഷിഫാ ബീവി, ഷിഫാ ബിൻത് അബ്ദുല്ലാഹി അൽ-അദവിയ്യ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ പറഞ്ഞു, ഈ റുഖിയ എന്റെ ഭാര്യ ഹഫ്സക്ക് റളിയല്ലാഹു അൻഹക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ന് ഹഫ്സ ബീവിക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പഠനം അതിന്റെ വഴിക്ക് നടക്കണം. നമുക്കൊരുപാട് കോഴ്സുകൾ പെൺകുട്ടികൾക്ക്, പെണ്ണുങ്ങൾക്ക് വീട്ടിലിരിക്കുകയാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓൺലൈനിലായിട്ടും അല്ലാതെയും ഒക്കെ പഠിക്കാനുള്ള എത്രയോ സംവിധാനങ്ങൾ, മഹദിയ കോഴ്സുണ്ട്, മറ്റൊരുപാട് നമ്മുടെ പെൺകുട്ടികൾക്കുള്ള എത്രയോ കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ വളരെ സുലഭമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ മക്കള് അവർ കൊച്ചുനാളിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു അവസരം, അവരിൽ ഈമാനിന്റെയും ഹിക്മത്തിന്റെയും യഖീനിന്റെയും ഉണർവ് ലഭിക്കേണ്ട ഒരു സമയം അത് ലഭിക്കാതെ പോയാൽ ജീവിതത്തിൽ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇൽമ് എവിടെ നിന്നെല്ലാം എങ്ങനെയെല്ലാം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമോ അതിന്റെ അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് രക്ഷിതാക്കളോട് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും അല്ലാഹുവിനെ കുറിച്ച് അറിയാനും അല്ലാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് കൊണ്ട് അടുക്കാനും അല്ലാഹുവിന്റെ ഖുർബ് സമ്പാദിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാവട്ടെ. അല്ലാഹുവിന്റെ കാവല് നമുക്ക് ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൽമ് അതിന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകട്ടെ. അറിവ് ജ്ഞാനം വിരുന്നൊരുക്കിയ മഹദിമാരാണ് ഹഫ്സ ബീവിയും സഫിയ ബീവിയും മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയും, അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് ത്വൽഹ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹ, ഒരുപാട് അസ്മാഉമാർ. ഇവരൊക്കെ ഇൽമ് തണലൊരുക്കിയ മഹദിമാരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ് എത്രയാ? ആയിരക്കണക്കിന് ഹദീസുകളാണ് മഹദി റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്തത്. അബൂ ഹുറൈറ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത്രമേൽ അറിവും ജ്ഞാനവും ഓർമ്മശക്തിയും. ഇപ്പൊ നമുക്ക് മസ്ജിദുൽ അർബഈൻ അല്ലെങ്കിൽ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അർബഈൻ നബവിയ്യ 40 ഹദീസുകൾ
വളരെ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ പറ്റും. അതിന് ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. അല്ലെങ്കിൽ റിയാദുസ് സ്വാലിഹീൻ, സ്വഹീഹ് ബുഖാരി മുസ്ലിമും അത്തരം നമ്മുടെ റഫറൻസ് ഗ്രന്ഥങ്ങളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ തബറുക്കല്ല, അതിൽ നിന്ന് മസ്അലകൾ പഠിക്കണം എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ആഴത്തിലുള്ള അറിവുള്ളവർക്കേ അത് കഴിയുള്ളൂ. അല്ല വെറുതെ ഒരു പരിഭാഷ വായിച്ചിട്ടൊന്നും ബുഖാരി മുസ്ലിം ഒന്നും വീട്ടിലിങ്ങനെ അലങ്കാരമായി അലമാരയിൽ വെച്ചതുകൊണ്ടൊന്നും നമുക്ക് മസ്അലകൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഹദീത്ത് വെച്ചുകൊണ്ട് നമുക്കത് ഇസ്തിംബാത്ത് ചെയ്യുകയും സാധ്യമല്ല. നേരെ മറിച്ച് റിയാദുസ് സ്വാലിഹീൻ ഏത് സാധാരണക്കാർക്കും അവരുടെ ഈമാനും അവരുടെ യഖീനും വർദ്ധിക്കാൻ വേണ്ടി ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. അതിൻ്റെ ഒരു കോപ്പി വായിക്കുക. അതിൽ വന്ന ഹദീസുകൾ നമുക്ക് ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അവ്യക്തതകളോ വരാൻ ഇടയുള്ള ഒരു ഹദീസൊന്നും അതിലുണ്ടാവില്ല. അത്തരം ഹദീസുകളൊക്കെ സ്വഹാഹുകളിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ സുനനുകളിൽ കാണാൻ പറ്റും. അത് ആലിമീങ്ങൾ ഡീൽ ചെയ്യുന്ന വിഷയങ്ങളാണ്. അവരത് പഠിച്ചിട്ട് എൻ്റെ മസലകൾ പറഞ്ഞുതരും. നമുക്കത് മസല പറയാൻ കഴിയില്ല അത് നോക്കിയിട്ട്. നേരെ മറിച്ച് റിയാദുസ് സ്വാലിഹീൻ, ഇമാം നബവി തങ്ങളുടെ മസ്ജിദുൽ അർബഈൻ നവവിയ അല്ല അർബഈൻ നവവിയ, ഇത്തരം കിതാബുകളൊക്കെ വളരെ ചെറിയ ഗ്രന്ഥങ്ങളാണ്. നമ്മുടെ ലൈബ്രറികളൊക്കെ എവിടുന്ന് വാങ്ങിക്കാനും കിട്ടും. ഒന്ന് കൊണ്ടുവരിക, കുറച്ച് ഹദീസുകൾ മനഃപ്പാഠമാക്കുക, നമ്മുടെ മക്കളെ കൊണ്ട് മനഃപ്പാഠമാക്കിക്കുക. ഹദീസ് മനഃപ്പാഠമാക്കുന്നത് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പോലെ തന്നെ ഹദീസ് വഹിയാണല്ലോ. അതുകൊണ്ട് ഹൃദയത്തിന് വലിയൊരു നൂറ് ലഭിക്കും, വലിയൊരു പ്രകാശം ലഭിക്കും. ഹബീബായ നബി തങ്ങളുള്ള മഹബത്ത് വർദ്ധിക്കാനും ഇടയാവും. അതൊക്കെ നമ്മുടെ മക്കൾക്ക് അനിവാര്യമാണ്. നമ്മുടെ മക്കൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു നമുക്കതിനൊക്കെ അവസരങ്ങളും തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വനിതകളിൽ നസീബ ബിൻത് കഅബിൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹയുണ്ട്. നസീബ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ ധീരയായ വനിതയാണ്. ഉഹദ് യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി പരിചയായി നിന്നുകൊടുത്ത് ശരീരത്തിലേക്ക് അമ്പുകൾ സ്വീകരിച്ച മഹദിയാണ് നസീബ റളിയല്ലാഹു അൻഹ. മഹദി ഒരുപാട് ത്യാഗം ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ പറയാ, മൽതഫൽതു യമീനൻ വലാ ശിമാലൻ ഇല്ലാ റഅയ്തു നസീബ. ഞാൻ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോഴൊക്കെ നസീബ ബീവി എൻ്റെ അരികത്തുണ്ടായിരുന്നുവെന്ന് ഉഹദിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നസീബ ബീവിയുടെ മകന്റെ കാല് ഒരമ്പ് തറച്ച് ചോരവാർന്ന് മകൻ പെടയുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നസീബ നിങ്ങളുടെ മോന്റെ അരികത്തേക്ക് ഓടിച്ചല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മോന്റെ അരികത്തേക്ക് ഓടിച്ചെന്നു. മോന്റെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്തു. മഹദി നഴ്സിംഗ് ചെയ്യുന്ന മഹദിയാണ്. യുദ്ധങ്ങളിൽ മുറിവേൽക്കുന്ന ആളുകളുടെ മുറിവുകൾ ബാൻഡേജ് ഇട്ട് കെട്ടിക്കൊടുക്കുക, അവർക്ക് മരുന്ന് വെച്ചു കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. ഇങ്ങനെ ശുശ്രൂഷ ചെയ്തിരുന്ന മഹദിയാണ് നസീബ ബീവി. നസീബ ബിൻത് കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ സ്വന്തം മകന്റെ കാല് മുറിവേറ്റപ്പോ ആ കാലിൽ ബാൻഡേജ് കെട്ടി മഹദി റളിയല്ലാഹു തആല അൻഹ ആ കുട്ടിയുടെ കാലൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് കുട്ടിയോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? തിരിച്ചുപോ, യുദ്ധത്തിലേക്ക് തിരിച്ചുപോ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നീ പരിചയായി നിലകൊള്ളണം. നമ്മളൊക്കെ എന്താ പറയാ, മക്കളോട് നീ മദീന വിട്ടുപോയിക്കോ എന്നല്ലേ പറയാ. മഹദി റളിയല്ലാഹു അൻഹു തിരിച്ചുപോ, യുദ്ധക്കളത്തിലേക്ക് തന്നെ തിരിച്ചുപോ എന്ന് പറഞ്ഞ മഹദിയാണ്. എന്നിട്ട് തന്റെ മകനെ ആരാണോ അമ്പെയ്തത് ആ ആളെ നോക്കി നടക്കുകയായിരുന്നു മഹദിയായ ഈ മഹദി റളിയല്ലാഹു തആല അൻഹ നസീബ ബീവി. അവസാനം കണ്ടു ആ മനുഷ്യനെ തന്റെ വാളുകൊണ്ട് മഹദി റളിയല്ലാഹുവിനെ വകവരുത്തുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി നിങ്ങളത് കണ്ടിട്ട് പറഞ്ഞു, നസീബ നിങ്ങളുടെ മകന് മുറിവ് വരുത്തിയ ശത്രുവിനെ നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണിച്ചു കണ്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകി അള്ളാഹുവിനെ തന്നെയാണ് സ്തുതി എന്ന് പറഞ്ഞപ്പോ നസീബ ബീവി പറഞ്ഞു, പൊന്നാര നബിയേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരൂ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരൂ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരേണമേ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളായി ഇവരെ നീ മാറ്റിത്തരേണമേ. അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. നസീബ ബീവി അല്ലെങ്കിൽ നസീബ ബീവി റളിയല്ലാഹു തആല അൻഹ അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു വാങ്ങിയ ദുആയാണത്. ഹബീബേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഇപ്പോ ഒരു പണ്ഡിതനോട്, ഒരു ആലിമിനോട്, ഒരു സയ്യിദിനോട്, ഒരു മഹാനോട് ദുആ വസിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വലിയ അഥറുണ്ടാക്കും. അവരുടെ ഒരു ദുആ കൊണ്ട് ഒരുപക്ഷെ അതൊരു ശഫാഅത്താണ്, അല്ലാഹുവിലേക്കുള്ള ശുപാർശയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് വരും, അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടായി എന്ന് വരും. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ അത് കാരണമായിരിക്കും.
മഹാന്മാരുടെ കൈകൾ കൊണ്ട് നമ്മുടെ മക്കളുടെ തലയിൽ തലോടുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി റുഖ്യ ചെയ്ത് കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി പൊരുത്തം കൊടുക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബിനോട് സ്വഹാബിമാർ സ്വഹാബിയത്തുകൾ ചോദിച്ചു വാങ്ങിയതാണ്. നബിയെ, എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ എൻ്റെ കൂട്ടുകാരനായി, എൻ്റെ കൂടെയുള്ളവരായി, എൻ്റെ അയൽവാസികളായി, എൻ്റെ അയൽപക്കങ്ങളിൽ താമസിക്കുന്നവരായി നസീബ ബിൻതു കഅബിൽ മാസിനി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ കുടുംബത്തെയും നീ ആക്കി തരേണമേ. മഹദി പറയായിരുന്നു, ഫമാ ഉബാലി ബഅദ ദാലിക് മാ അസ്വാബനി. ഈ ഒരു ദുആ കിട്ടിയില്ലേ, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, എനിക്കിനി എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല എന്ന് മഹദി നസീബ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു നമുക്കൊക്കെ സജ്ജനങ്ങളുടെ ദുആഇന്റെ ഒരു നസീബ്, അതിൻ്റെ ഒരു ഓഹരി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ അമ്മായിയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. അങ്ങനെ ഉച്ചസമയത്തിന് നബിതങ്ങൾ വിശ്രമിക്കാൻ വരാറുണ്ട് ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അങ്ങനെ ഒരു ദിവസം നബിതങ്ങൾ ഉറങ്ങുമ്പോ ഹബീബായ തങ്ങൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട് നബിതങ്ങൾ എഴുന്നേറ്റ് പുഞ്ചിരിക്കുന്നത് മഹദി കാണാം. അപ്പൊ നബിതങ്ങൾ ഉറങ്ങുമ്പോ തങ്ങളുടെ ഉറക്കം വീക്ഷിക്കുകയായിരുന്നു ഉമ്മു ഹറാം ബീവി. അത് ഉച്ചസമയത്താണ്. തങ്ങള് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. അപ്പൊ അവരൊന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. സഹാബിക പറയുന്ന വാക്കാണത്, ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. നബിയെ, എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് ഫിദയാണ് എന്ന് പറഞ്ഞ, എൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചാലും ഹബീബെ അങ്ങ് ജീവിക്കണം, എൻ്റെ ഉമ്മയെയും വാപ്പയെയും തരാം, അങ്ങ് ഞങ്ങൾക്ക് വേണം, അവരെക്കാളൊക്കെ ഞങ്ങൾക്ക് വലുത് അങ്ങാണ് എന്ന് പറയുന്ന വാക്കാണത്. ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങ് എന്തിനാണ് പുഞ്ചിരിക്കുന്നത്? എന്താണ് അങ്ങയെ ചിരിപ്പിച്ചത്? അപ്പൊ തങ്ങൾ കണ്ട സ്വപ്നമാണ്. റുഅയൽ അംബിയാഇ വഹ്യുൻ. പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങളാണെങ്കിലോ അത് വഹ്യാണ്. അപ്പൊ അത് വഹീന്റെ പവറാണതിന്. സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല, അത് അല്ലാഹുവിന്റെ ദിവ്യബോധനമാണ്. റഅയ്തു ഫിൽ മനാമി ഉനാസൻ മിൻ ഉമ്മതി യർകബൂന സബദൽ ബഹർ ജിഹാദൻ ഫീ സബീലില്ലാഹ് മുലൂകൻ അലൽ അസിറ. എൻ്റെ ഉമ്മത്തികളിലെ ഒരു വിഭാഗം ആളുകൾ കടലിൽ, കപ്പലിൽ രാജാക്കന്മാർ അവരുടെ കൗച്ചുകളിൽ ഇരിക്കുന്ന പോലെ ചാരിയിരുന്നു കൊണ്ട് അന്തസ്സോടെ കടല് കടന്ന് ധർമ്മസമരത്തിന് വേണ്ടി പോകുന്നത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അന്ന് സ്വഹാബിമാർ കടല് കടന്ന് അവർക്ക് പരിചയം കുറവാണ്. വളരെ കുറഞ്ഞ ആളുകളെ കടൽ യാത്ര ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അത് അറിയില്ല. കടൽ യാത്ര വളരെ പ്രയാസമാണ്, ഛർദിക്കും. ഈ വേവുകൾ, തിരമാലകൾ വരുമ്പോ വലിയ പ്രയാസമാണ്. അന്നത്തെ കപ്പലുകളല്ലേ. അപ്പോ ഹബീബായ നബി ഞങ്ങൾ അതും സന്തോഷത്തിലാ പറയുന്നത്, എൻ്റെ ഉമ്മച്ചികൾ കടൽ കടന്ന് യുദ്ധത്തിന് പോകുന്നു. അന്തസ്സിൽ അവര് കൗച്ചുകളിൽ, നമ്മുടെ മജ്ലിസിലൊക്കെ ഇരിക്കുന്ന കുഷൻ ഉണ്ടല്ലോ, അതിനാണ്, അതിൽ ചാരിയിരുന്നു കൊണ്ട് രാജാക്കന്മാരെ പോലെ പോകുന്നത് ഞാൻ കണ്ടു എന്ന്. അപ്പൊ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നബിയെ, ഉദ്ഉല്ലാഹ യജഅലനി മിൻഹും. ആ പോകുന്ന സംഘത്തിൽ എനിക്കും പോണ നബിയെ, കടല് കടന്ന് ദീനിന്റെ സംസ്ഥാപനത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കാഗ്രഹമുണ്ട് റസൂലെ, എനിക്കങ്ങ് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അൻതി ഫീഹിം, നിങ്ങൾ അക്കൂട്ടത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എന്തിനാ പോകുന്നറിയോ? യുദ്ധത്തിനാണ്. ഗൾഫിക്ക് വിസിറ്റ് പോവല്ലത്, ഞാനും പോരട്ടെ എന്ന് ചോദിക്കാനേ. ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോരാൻ വേണ്ടി തങ്ങളോട് ഞാനും പോരട്ടെ നബിയെ, അസ്സുഹ്ബത യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചിട്ട് അള്ളാന്റെ വഹി വരട്ടെ എന്ന് നബി ഞങ്ങൾ പറയുകയും വഹി വരികയും ചെയ്ത്, സിദ്ദീഖേ എൻ്റെ കൂടെ നിങ്ങൾ വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് സിദ്ദീഖ് എന്നവർ ഉറക്കപ്പൊട്ടിക്കരയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമാ കാണുന്നത്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എന്തിനാണെന്നറിയോ? തങ്ങളുടെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് തത്തുല്യമായി ശ്രദ്ധിക്കുന്നവരുടെ തലക്കുമുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും തലവെട്ടാൻ 100 കണക്കിന് ആളുകൾ
റോന്ത് ചുറ്റുന്നൊരു സാഹചര്യത്തിൽ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ എനിക്ക് അല്ലാഹു അവസരം തന്നല്ലോ, ആ സന്തോഷത്തിൽ കരഞ്ഞ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഗസയിലെ ഒരു ലൈല എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു ഡോക്ടർ, ഒരു സൈക്കാട്രിസ്റ്റ് ആണ് അവര്. ഇപ്പോ ബിൽഡിംഗ് തകർന്നടിഞ്ഞപ്പോ, ബോംബ് വർഷത്തിൽ ബിൽഡിംഗ് തകർന്നടിഞ്ഞപ്പോ ആ ബിൽഡിങ്ങിന്റെ റക്കിൽ അതിന്റെ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിനടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരി പെണ്ണ്, 24-25 വയസ്സായിട്ടുള്ളൂ. സൈക്കോളജി മാസ്റ്റേഴ്സ് എടുത്ത പെൺകുട്ടിയാണ്. ഒരു സൈക്കോളജിയുടെ ഒരു വേൾഡ് സമ്മേളനത്തിൽ ആ പെൺകുട്ടി ഇപ്പൊ സംസാരിച്ചു. ആ കുട്ടിയുടെ ചരിത്രം, ഈ റെസ്ക്യൂ ടീം തകർന്ന കിടന്ന കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പെണ്ണിനെ പുറത്തെടുക്കുമ്പോൾ ആ പെണ്ണിന്റെ വീട്ടുകാർ മുഴുവൻ മരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ്. ചെറിയ അനിയത്തിയും അനുജനും ഉമ്മയും വാപ്പയും എല്ലാവരും മരിച്ചിട്ടുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ബോധമില്ലായിരുന്നു. പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്ന് മുഖത്ത് വെള്ളം തെളിച്ച് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഈ പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞ ഉടനെ കാര്യം മനസ്സിലായി, ഞാൻ രക്ഷപ്പെട്ടതാണെന്ന്. ഉടനെ ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അല്ലാഹ്, എനിക്ക് രക്തസാക്ഷിത്വം തരാതിരിക്കാൻ മാത്രം നിനക്ക് എന്തേ എന്നോട് ദേഷ്യം തോന്നിയത്? സുബ്ഹാനല്ലാഹ്, എനിക്ക് ഇവരെ പോലെ രക്തസാക്ഷിത്വം തരാതിരിക്കാൻ അള്ളാഹു ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ? നീ എന്തേ എന്നെ ഷഹാദത്ത് കൊണ്ട് എന്നെ നീ അലങ്കരിച്ചില്ല, എന്നെ നീ ആദരിച്ചില്ല? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ മഹദിയെ, ആ ചെറുപ്പക്കാരിയെ റിസീവ് ചെയ്തുകൊണ്ട് അവിടുത്തെ ആങ്കർ പറയാണ്, കാരണം നിങ്ങൾ, ആ പെൺകുട്ടിയുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സ്ട്രെസ് റിലീഫ് ആവശ്യമായ കൗൺസിലിംഗ് ചെയ്യാൻ നല്ല പ്രാവീണ്യമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉപ്പമാർ മരിച്ചുപോയ 100 കണക്കിന് കുട്ടികളുള്ള അവിടുത്തെ സ്കൂളിൽ ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ് ഇപ്പോൾ ആ പെണ്ണിനുള്ളത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ അല്ലാഹു ഷഹാദത്ത് തരാതെ മാറ്റി നിർത്തിയത് ഈ പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഇനിയും ജീവിക്കണം, അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങളെപ്പോലെയുള്ള മനക്കരുത്തുള്ള ആളുകളുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണല്ലോ നിങ്ങൾ. ഞാൻ ആലോചിച്ചു പോവുകയാണ്, സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിൽ ഖൈർ ബാക്കിയുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണതൊക്കെ. ഈമാനും പരലോകവും അള്ളാഹുവിനെ കണ്ടുമുട്ടലും എന്ന വലിയൊരു സംഭവം നമ്മുടെ മുമ്പിൽ നമ്മളെ കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതത്തിന് കൊടുക്കുന്നൊരു വിലയുണ്ട്. ആ വിലയിൽ അതിനെ നിർത്തണം. അതിനപ്പുറത്തേക്കൊരു വില അതിന് കൊടുക്കാൻ പാടില്ല. ഏറ്റവും വലിയൊരു വിലയുള്ളത് വരാൻ പോകുന്നുണ്ട്. വലദാറുൽ ആഖിറത്ത് ഖൈർ വഅബ്ഖാ, ഏറ്റവും ശാശ്വതവും നിലനിൽക്കുന്നതും ഖൈറും പരലോകത്തിന്റെ ജീവിതമാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ആശയം അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതാണെങ്കിൽ പോലും, ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും വന്ന് ചെന്നിരിക്കുന്നതാണെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ സംഭാവനകൾ നമ്മുടെ മദ്രസക്ക്, നമ്മുടെ ദീനിന്, നമ്മുടെ ദർസിന്, നമ്മുടെ നാടിലെ പള്ളിക്ക്, നമ്മുടെ സംവിധാനത്തിന്, നമ്മുടെ SKSFന്റെ സഹചാരി പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ മറ്റു സോഷ്യൽ സർവീസുകൾക്ക് എന്തെങ്കിലും നമ്മൾ ഒരു ദാനധർമ്മം ചെയ്യുന്നത് പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തടയാളമാണ് നമ്മുടെ ബാക്കി വെക്കാൻ പോകുന്നത്? ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, രണ്ടാമതും എന്റെ ഹബീബിന്റെ വീട്ടിൽ ഉറങ്ങി. ആ ഉറക്കത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബ് എഴുന്നേറ്റു. എന്നിട്ടും ഇതുപോലെ പറഞ്ഞു, വേറെയും ഒരു സംഘം ആളുകൾ കടൽ കയറി എന്റെ ഉമ്മത്തിൽ ത്യാഗികളായി കടൽ കയറി പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ അപ്പോഴും ചോദിച്ചു, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ആ പോകുന്ന സംഘത്തിൽ എനിക്ക് പോകണം, അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ലസ്തി ഫീഹിം, നിങ്ങൾ ആ സംഘത്തിലില്ല. ചരിത്രം, ഇനി നമ്മൾ ചരിത്രമാണ് നോക്കുക. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യ സംഘത്തിൽ മഹദിയുണ്ട് റളിയല്ലാഹു അൻഹ. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞുകൊണ്ടാണ് മഹദി റളിയല്ലാഹു അൻഹ ഷഹീദത്താകുന്നത്.
അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സംഘം പോയപ്പോ ആ സംഘത്തിൽ മഹദി ഇല്ലായിരുന്നു. ഇത് ഹബീബിന്റെ പ്രവചനമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ സംഘത്തിൽ നിങ്ങളുണ്ട്, രണ്ടാമത്തേതിൽ നിങ്ങളില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതല്ല. അങ്ങനെ ഒരു ത്യാഗം ഈ ഉമ്മത്തിന് വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലേ ഉദ്ഉല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ഇറക്കണേ, ഞാനും അക്കൂട്ടത്തിലുണ്ട്, എനിക്കും പോകണം അക്കൂട്ടത്തിൽ. ഈ ഒരു മനസ്ഥിതി, ഇൽമ് ഹാഫിളത്തുകളായ പെൺകുട്ടികൾ എനിക്കും ഹിഫ്ള് ചെയ്യണം, നല്ല നല്ല കോഴ്സുകൾ പാസ്സായ മക്കളൊക്കെ എനിക്കും എൻ്റെ മക്കൾക്കും ഇത് പാസ്സാവണം, അവർക്കും ഇത് പഠിക്കണം, എനിക്കും ദീൻ അറിയണം, ഖുർആൻ ഓരോ മാസവും ഖത്ം തീർക്കുന്ന ആളുകളാണ്, എനിക്കും അത് ചെയ്യാൻ കഴിയണം, 2 ആഴ്ചയിൽ ചെയ്യാൻ കഴിയണം, 1 മാസം കൊണ്ടെങ്കിലും ചെയ്യാൻ കഴിയണം. ഇങ്ങനെ സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നah, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഓടിവരണേ. വെറുതെ നടന്നു വരേണ്ട കാലമല്ല ഇത്, ഓടി വരേണ്ട കാലമാണ്. നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ വഴിയിൽ നിന്നും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ആളുകളുണ്ട്. അതുകൊണ്ട് ഓടി വരണം. നന്മകൾ ഒരിക്കലും പിന്നേക്കെന്ന് മാറ്റിവെക്കരുത്. ഖൈറുൽ ഉമൂരി അജ്ലുഹു, എല്ലാ കാര്യങ്ങളിലും ഖൈർ അത് പെട്ടെന്ന് ചെയ്യലാണ്. അതുകൊണ്ട് എല്ലാ നന്മകളിലേക്കും മുന്നിട്ട് വരാനും ഇൽമിന്റെയും ഈമാനിന്റെയും അള്ളാഹുവിന് വേണ്ടി ദീനിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആ ഒരു മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹമുള്ള ഒരവസ്ഥ അള്ളാഹു നമ്മുടെ ഖൽബിന് നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളിൽ സന്തോഷം നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ എവിടെയാണെങ്കിലും ദഅവത്ത് ചെയ്യാം. മഹദിയായ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ചരിത്രം കൊണ്ട് ഞാൻ ആരംഭിച്ചതുകൊണ്ടാണ്. മക്ക മുശ്രിക്കീങ്ങളുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട് ദഅവത്ത് ചെയ്ത മഹദിയാണത്. അതുകൊണ്ട് അറിവ്, ഒരായത്ത്, ഒരു ഹദീസ്, ഒരു ചരിത്രം, ഒരു നല്ല കാര്യം നമുക്കറിയുന്നുണ്ടെങ്കിൽ അടുത്തൊരാൾക്കത് പറഞ്ഞു കൊടുക്കുക. അതിനാണ് ദഅവത്ത് എന്ന് പറയുക. അത് പ്രവാചകന്മാർ ചെയ്ത ദൗത്യമാണ്. അത് അംബിയാഇന്റെ ഡ്യൂട്ടിയാണ്, പ്രവാചകന്മാരുടെ ചര്യയാണത്, ഉലമാഇന്റെ ദൗത്യമാണത്. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾ ഓരോരോ വല്യഹു അന്നി വലു ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയുന്നത് ഉറപ്പുള്ള വിഷയങ്ങൾ, സംശയാസ്പദമായതോ അല്ലെങ്കിൽ കോൺട്രോവേഴ്ഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് മാറ്റേഴ്സോ ഒന്നുമല്ല. വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അത്തരം നന്മകൾ നമുക്ക് എത്തിച്ചു കൊടുക്കാലോ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ ദുആയിൽ ഖത്തറിലുള്ള ഹനീഫ എന്നിവരുടെ മകൻ പൊള്ളലേറ്റ് ആശുപത്രിയിൽ പ്രത്യേകം ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹനീഫ് എന്നിവരുടെ മകന് അള്ളാഹു തആല വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. നമുക്ക് കുറച്ച് ആളുകൾ ഇവിടെ ആദരിക്കാനുണ്ട്. നമ്മുടെ തൻവീറുൽ ഖുർആൻ കോഴ്സ് പാസ്സായവരെ തങ്ങളെ കൊടുത്തോ? ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടേ, ഇത് കോപ്പിയാണല്ലേ? അതെ, ഇതാക്കി നിങ്ങൾ പറയാമല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് സമയമേറെ അധികരിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസ്സിന് ശേഷം മറ്റൊരു ചടങ്ങിലേക്ക് നമ്മുടെ വേദി മാറുകയാണ്. നമ്മളൊക്കെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ആശയാദർശങ്ങൾക്കനുസരിച്ച് കേരളക്കരയിൽ എങ്ങനെയാണോ നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, ആ ഒരു രൂപത്തിൽ ജീവിത സ്വപ്നങ്ങളുമായി കടൽ കടന്നെത്തിയ ദുബൈയിലെ പ്രവാസി മലയാളി മുസ്ലിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ അവരെ വഴി നടത്താൻ വേണ്ടി നീണ്ട 30 വർഷങ്ങൾക്കപ്പുറത്ത് മഹാനായ മർഹൂം കോയമത്തങ്ങളടക്കമുള്ള ഒരുപാട് മഹാമനീഷികൾ ത്യാഗം ചെയ്ത് പടുത്തുയർത്തിയ ദുബൈ സുന്നി സെന്റർ അൽഹംദുലില്ലാഹ് ഇന്ന് വലിയ വളർച്ചയിലാണ്. ദുബൈയിലെ മലയാളി മുസ്ലിമിന്റെ ആശയും പ്രതീക്ഷയും സുന്നത്ത് ജമാഅത്തിന്റെ ആസ്ഥാനവുമായി നമ്മുടെ ദുബൈ സുന്നി സെന്റർ മാറിയിട്ടുണ്ട്. ഏകദേശം 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ അവരുടെ ജീവിതത്തിന് അനിവാര്യമായ നിരവധി കോഴ്സുകളൊക്കെ ഇന്ന് ദുബൈ സുന്നി സെന്ററിന് കീഴിൽ നടക്കുകയാണ്. തജ്വീദ് അനുസരിച്ച് ആഴത്തിലുള്ള വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി
പ്രവാസികളായ ദുബൈയിലെ പ്രവാസി മലയാളി മുസ്ലിങ്ങൾക്ക് അവസരമൊരുക്കുക, വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമൊരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി ദുബൈ സുന്നി സെന്റർ ആരംഭിച്ച തൻവീർ വിശുദ്ധ ഖുർആൻ കോഴ്സ്, അഡ്വാൻസ്ഡ് ഖുർആൻ ലേണിംഗ് കോഴ്സ് അൽഹംദുലില്ലാഹ് 1 വർഷം പൂർത്തിയാവുകയാണ്. അതിന്റെ എക്സാം കഴിഞ്ഞു. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊക്കെ ആവശ്യമായ ഒരുപാട് കോഴ്സുകൾ വിസാൽ എന്ന പേരിൽ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിന് അനിവാര്യമായ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകമായ കോഴ്സ് നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് എല്ലാ ശനിയാഴ്ചയും ഇൽമ് എന്ന പേരിൽ മറ്റൊരു കോഴ്സ് ദുബൈ സുന്നി സെന്ററിന് കീഴിൽ നടക്കുന്നുണ്ട്. നമ്മുടെ തെൻവീറിന്റെ 2ാമത്തെ ബാച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ സമാരംഭം കുറിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായ രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ തൻവീർ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. മഹാനായ വിശുദ്ധ ഖുർആൻ പണ്ഡിതൻ സുലൈമാനിൽ ജംസൂരി തങ്ങളുടെ തുഹ്ഫത്തുൽ അത്ഫാൽ, മഹാനായ ഇബ്നുൽ ജസരി തങ്ങളുടെ അൽ മുഖദ്ദിമ എന്ന മഹത്തായ വിശുദ്ധ ഖുർആൻ ഗ്രന്ഥങ്ങളുമായി തജ്വീദ് കിതാബുകളുമായി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ 2ാമത്തെ ബാച്ച് അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടക്കം കുറിക്കുന്നത്. താല്പര്യമുള്ള ആളുകളൊക്കെ, വിശുദ്ധ ഖുർആനുമായി ജീവിതത്തിൽ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെടണം. നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റേഴ്സുമായി റഫീഖ്, ഹസൻ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടണമെന്ന് സ്നേഹത്തോടെ ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സാന്നിധ്യത്തിലൂടെ നടക്കുകയാണ്. ആദ്യമായി 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത, പഠിതാക്കൾ പങ്കെടുത്ത നമ്മുടെ പ്രഥമ വാർഷിക പരീക്ഷയിലെ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയവർക്കുള്ള സമ്മാനമാണ് വിതരണം ചെയ്യുന്നത്. അർഷദ് പുത്തലത്ത്, ബഹുമാനപ്പെട്ട ജലീൽദാരി ഉസ്താദ് സമ്മാനം വിതരണം ചെയ്യും. അടുത്തതായി ജാഫർ സാദിഖ്. അങ്ങോട്ട് കൊടുക്കണം, അടുത്ത ജാഫർ സാദിഖ്. 3rd റാഷിദ് ബിൻ ഉസ്മാൻ. അടുത്തത് പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. മുഹമ്മദ് റഫീഖ്. പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരിക, സമയം ആയിട്ടുണ്ട്. സമീദ് മുഹിയുദ്ദീൻ. റഫീഖ്, സമീദ്, ജാബിർ ബിൻ അബ്ദുള്ള. സമീദ്, മുഹമ്മദ് അഷ്റഫ്, ഷക്കീർ, ആസിഫ്, അബ്ദുൽ ഹസീബ്, ഹൈദർ അലി, ഷിഹാബുദ്ദീൻ, യൂസുഫ് മുഹിയുദ്ദീൻ,
ഇൻഷാ അല്ലാഹ് ഇനി ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ഷിഹാബുദ്ദീൻ, യൂസുഫ് മുഹിയുദ്ദീൻ, നജീബ്, നിയാസ്, മുഹമ്മദ് അസ്ലം, നിലാമുദ്ദീൻ, സിദ്ദീഖ്, മുഹമ്മദ് ഹാഷിർ, സൈനുദ്ദീൻ, മൻസൂർ, മുഹമ്മദ് അഷ്റഫ് ബാവ, അനസ് കുഞ്ഞി, അബ്ദുൾ റഷീദ്, അബൂബക്കർ അബ്ദുള്ള, ഇനി ബഹുമാനോട് തങ്ങള് അബൂബക്കർ അബ്ദുള്ള, ഫായിസ് മുസ്തഫ, നൗഷാദ്, മുഹമ്മദ് ഷരീഫ്, എല്ലാവരും ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് തൻവീറിന്റെ അടുത്ത ബാച്ച് ഈ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ദുബൈ സുന്നി സെന്ററിൽ വെച്ച് വെള്ളിയാഴ്ച കൃത്യം 9 മണിക്ക് ക്ലാസ് ആരംഭിക്കും. താല്പര്യമുള്ള ആളുകളൊക്കെ ബന്ധപ്പെടണമെന്ന് ഉണർത്തുന്നു. അൽഹംദുലില്ലാഹ്, നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കവർ നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാ പരിപാടിയിലും ചെയ്യുന്ന പോലെ നമ്മുടെ കോയമ്പത്തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു യർഹം അവരുടെ പേരിലുള്ള ഒരു ചാരിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ്. അറഫയുടെ നോമ്പ് ശനിയാഴ്ച ദിവസമാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം. തുകഫിറുസ്സനത്തുൽ മാദിയ വസ്സനത്തുൽ മുഖബില, വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞൊരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ വളരെ പുണ്യമായ ശ്രേഷ്ഠമായ നോമ്പാണ് അറഫയുടേത്. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത്. പെരുന്നാളും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ സന്ദർഭങ്ങളിൽ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും പോകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു വളരെ ശ്രേഷ്ഠമാക്കിയ 10 ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉദ്ഹിയ്യത്ത് നിയ്യത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ചെയ്യുക. നാട്ടിൽ പറ്റുന്നവർ നാട്ടിൽ ആരെങ്കിലും വക്കാലത്താക്കിയിട്ട് അങ്ങനെ ചെയ്യുക.
നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഉദ്ഹയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നൈജീരിയയിൽ സയ്യിദ് ഹുദവിൻ്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ നമ്മൾ പറഞ്ഞ നമ്മുടെ വിഷയ സംബന്ധിയായിട്ടുള്ള വിഷയം തന്നെയാണ്. അതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും മുതിർന്നവർക്കും ചെറിയവർക്കൊക്കെ പഠിക്കാവുന്ന കോഴ്സ് നമ്മുടെ സുന്നി സെൻറ്റർ മദ്രസയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തണം. അള്ളാഹു ഇതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى وبحق نبيك سيدنا محمد صلى الله عليه وسلم سائر الأنبياء والصالحين وبحق هذه الحضرة المباركة. اللهم اغفر ذنوبنا، اللهم استر عيوبنا، اللهم ارحمنا، اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا، اللهم ارحمنا وارحم موتانا وموتى المسلمين أجمعين. റഹ്മാനായ റബ്ബേ, അല്ലാഹു ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിൽ ഈമാനും യഖീനും നീ ഉറപ്പിച്ച് വർദ്ധിപ്പിച്ച് അല്ലാഹു ഇതിൻ്റെ പ്രകാശം നീ കെടാതെ സൂക്ഷിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തരത്തിലേക്കും ഒരു അമലിലേക്കും ഒരു ചിന്തയിലേക്കും ഒരു അഖീദയിലേക്കും അല്ലാഹു വഴിതെറ്റിപ്പോകാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. റഹ്മാനേ, ഞങ്ങളുടെ ഈമാനും ഇസ്ലാമും ഞങ്ങളുടെ അഖീദയും അല്ലാഹു ഞങ്ങളുടെ ഖുർആനും ഞങ്ങളുടെ അമാലുകളും അല്ലാഹുവേ നിന്റെ കാവലിലാക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹു ഞങ്ങളുടെ ഉലമ, ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീഅത്തുൽ ഉലമ, മഹാന്മാരായ ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങളായ ആളുകൾ, അല്ലാഹു ഞങ്ങൾക്ക് ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും അവസരമൊരുക്കിയവർ, അല്ലാഹുവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബിയുടെ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, അല്ലാഹുവർക്കൊക്കെ ഇനിയും പഠിക്കാനും ഉന്നതങ്ങളിലേക്ക് എത്താനുമുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഉസ്താദുമാർ, അതിൻ്റെ കോർഡിനേറ്റർമാർ, അതിന് പരീക്ഷ നടത്തിയവരെ, അതിന് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തവരെ എല്ലാവരെയും അല്ലാഹു നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. റഹ്മാനേ, മർഹൂം കോയമത്തങ്ങൾ അവറുകൾ, അല്ലാഹു ഇതിൻ്റെയൊക്കെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ജീവനാടിയായിരുന്ന മഹാനവറുകൾ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അതുപോലെ സുന്നി സെന്ററിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ഇവിടെയൊക്കെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ജീവിച്ചിരിക്കുന്നതിന് ഉസ്താദുമാർ, സയ്യിദന്മാർ, ജലീൽദാരി ഉസ്താദ് അടക്കം തങ്ങളടക്കമുള്ള ഇവിടുത്തെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ നേതാക്കന്മാർക്കൊക്കെ നീ ദീർഘായുസും ആഫിയത്തും സലാമത്തും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഇന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഒന്ന് വെളിമുക്ക് ബാവഫൈലി ഉസ്താദ്, അവർ ദാൽഹുദയിൽ ഉസ്താദായിരുന്നവർ, അതുപോലെ തന്നെ മുഹമ്മദ് ബാഖവി അവർ മുണ്ടംപറമ്പ്, നമ്മുടെ അലിക്കുട്ടി ഹുദവി ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ, അല്ലാഹുവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ, മർഹമത്ത് ചെയ്യണേ റബ്ബേ. നിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് റബ്ബേ. നിന്റെ അതിഥികളാണ് അല്ലാഹു, ഇവരെ നീ സ്വീകരിക്കണേ റബ്ബേ. ദീനിനും ഇൽമിനും ദർസിനും അല്ലാഹു മുതഅല്ലിമീങ്ങൾക്കും നാടിനും മഹല്ലിനും ഒക്കെ ഒരുപാട് സേവനം ചെയ്തവരാണ്. അല്ലാഹു ഇതൊക്കെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഖതീയത്തുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ദറജയെ നീ ഉയർത്തി കൊടുക്കണമേ തമ്പുരാനെ. റഹ്മാനേ, രണ്ട് ചെറുപ്പക്കാർ ആക്സിഡന്റിൽ മരണപ്പെട്ട് ഒരു മറവ് ചെയ്തിരിക്കുകയാണ് അല്ലാഹു നാട്ടിൽ. അല്ലാഹു ആ രണ്ടുപേർക്കും നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നല്ലോ, സുഹൈൽ തൃക്കരിപ്പൂർ, അതുപോലെ ഷാനിദ് പയ്യന്നൂർ, രണ്ട് ചെറുപ്പക്കാർ അല്ലാഹുവേ ആക്സിഡന്റിൽ മരണപ്പെട്ടവരാണ്. അല്ലാഹുവേ ആ രണ്ടു പേർക്കും നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ കുടുംബങ്ങളും ബന്ധുക്കളും വീട്ടുകാരൊക്കെ ഉണ്ട് റബ്ബേ. അവരുടെയൊക്കെ മനസ്സിൽ താങ്ങാൻ കഴിയാത്ത വേദനയാണ് അല്ലാഹുവേ. നീ അവർക്ക് ക്ഷമ കൊടുക്കണേ പടച്ചവനെ. ക്ഷമ കൊടുക്കണേ റബ്ബേ, ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, എത്രയോ രോഗികൾ വലിയ പ്രയാസത്തിലും വലിയ വേദനയിലും വിഷമത്തിലൊക്കെയാണ്. അല്ലാഹു ഞങ്ങൾക്ക് പേരെടുത്ത് പറയേണ്ടവരും അല്ലാത്തവരും ദുആ കൊണ്ട് വസിയത്ത് ഞങ്ങളെ ഏൽപ്പിച്ചവരും ഈ സദസ്സിലുള്ള ആളുകളെ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. അല്ലാഹു നിനക്കറിയാമല്ലോ, അവർക്കൊക്കെ ശിഫ കൊടുക്കണേ റബ്ബേ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അല്ലാഹു വിവാഹപ്രായം എത്തിയവർക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങളെ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹം കഴിഞ്ഞവർക്ക് അല്ലാഹുവേ അവരുടെ ദാമ്പത്യത്തിൽ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ സന്തോഷവും റാഹത്തും കുടുംബജീവിതത്തിൽ നൽകണമേ തമ്പുരാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മഈശത്ത് നൽകണേ റബ്ബേ. ഉള്ള ജോലികളിൽ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ.
റബ്ബേ. കച്ചവടക്കാർക്ക് നീ നഷ്ടം പറ്റിയതിന് പകരം നീ ഖൈർ നൽകണേ റഹ്മാനെ. ഈ നാടിൽ അള്ളാഹു നിന്റെ റഹ്മത്ത്, നിന്റെ അബ്വാബുൽ ഖൈർ അള്ളാഹു നീ തടഞ്ഞു വെക്കാതെ നിലനിർത്തി തരണേ റബ്ബേ. അതിന് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ പടച്ചവനെ. അള്ളാഹു അടുത്ത ഭരണാധികാരികൾക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണേ പടച്ചവനെ. അള്ളാഹു അവരെ നീ ഹക്ക് കൊണ്ടും സ്വവാബ് കൊണ്ടും അള്ളാഹുവെ അവരെ നീ നയിക്കണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, അവർ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ. ലോക മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നീ സമാധാനം നൽകണേ റബ്ബേ. ഇന്ത്യയിലും ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും അള്ളാഹുവെ ഈ ഉമ്മത്തിന് നിന്റെ കാവൽ നൽകണേ റഹ്മാനെ. ബിജാഹി വഹഖ് നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വർഷം ഹജ്ജിന് പോയ ഹജ്ജാജിമാർ അള്ളാഹു ഒരു അപകടവും ഒരു പ്രയാസവുമില്ലാതെ റബ്ബേ ഹജ്ജും ഉംറയും സിയാറത്തും ഭംഗിയിൽ ചെയ്ത് തിരിച്ചു വരാൻ അള്ളാഹു ഒരുപാട് ആളുകൾ ദുആഇറക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആഇറക്കാൻ നീ ഓർമ്മിപ്പിക്കണേ റബ്ബേ. അവർക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി ചെയ്ത് തിരിച്ചു വരാൻ റബ്ബേ നിന്റെ തൗഫീഖ് നൽകണേ റഹ്മാനെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. صلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.